നമസ്കാരം. PM ശ്രീ പദ്ധതിയിൽ കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ട് പണം വാങ്ങിയെന്നും പദ്ധതി നടപ്പാക്കേണ്ടത് പുതിയ സർക്കാരിന്റെ ബാധ്യതയാണെന്നുമാണ് മുഖ്യമന്ത്രിയും PK കുഞ്ഞാലിക്കുട്ടിയും പറയുന്നത്. പദ്ധതിയെയല്ല മന്ത്രിസഭ അറിയാതെ അത് ഒപ്പിട്ടതിനെയാണ് എതിർത്തത് എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത്. ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ കാവ്യവൽക്കരണ അജണ്ടയെ അറബിക്കടലിൽ എറിയുമെന്ന് പ്രഖ്യാപിച്ച മുസ്ലിം ലീഗിനും ഇപ്പോൾ മൗനമാണ്. PM ശ്രീയിൽ കള്ളം പറഞ്ഞതാരൊക്കെ, കള്ളം പറയുന്നതാരൊക്കെ. സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മളൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് അനിൽ ബോസ്, CPM വക്താവ് M വിജിൻ, മുസ്ലിം ലീഗ് വക്താവ് CK ഷാക്കിർ എന്നിവർ. ആദ്യം ഷാക്കിറിലേക്ക്. ഷാക്കിർ, ഈ PM ശ്രീ പദ്ധതി ഒപ്പിടുന്നതിനെയല്ല ഞങ്ങൾ എതിർത്തത്, മന്ത്രിസഭ അറിയാതെ ഒപ്പിട്ടതിനെയാണ് എതിർത്തത് എന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ എന്ന് പറഞ്ഞത്. പക്ഷേ മുസ്ലിം ലീഗിന്റെ നിലപാട് അതായിരുന്നില്ല. മുമ്പ് ഈ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ PM ശ്രീ എടുത്ത് അറബിക്കടലിൽ എറിയുമെന്ന് KM ഷാജി പറഞ്ഞിരുന്നു. അദ്ദേഹം ഇന്ന് മന്ത്രിയാണ്. PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു ഇത് നടപ്പാക്കാൻ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ സമ്മതിക്കില്ല. ഇന്ന് അദ്ദേഹം പറയുന്നു ഒപ്പിട്ട് പോയി, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്. നമുക്ക് ആദ്യം ഷാക്കിറിലേക്ക് വരുന്നതിന് മുമ്പ് അന്ന് ഈ VD സതീശനും കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ എന്താണ് പറഞ്ഞതെന്ന് കേട്ടിട്ട് വരാം. നിങ്ങൾ എനിക്ക് വോട്ട് തന്നു ജയിപ്പിച്ചാൽ, ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഗാന്ധിജിയെ തള്ളിപ്പറയുന്ന, നെഹ്റുവിനെ താഴെ ഇറക്കുന്ന ആ പാഠപുസ്തകങ്ങളിലേക്ക് നെഹ്റു കയറി വരും, ഗാന്ധിജി കയറി വരും. CPM-കാര RSS-ഉം നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവട്ടുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. അങ്ങനെ ഒരു RSS-ന്റെ പാഠപുസ്തകമൊന്നും മലയാളി പഠിക്കണ്ട. അങ്ങനെ പഠിക്കണമെങ്കിൽ ഈ രാജ്യത്തിന്റെ ജനാധിപത്യം ഇല്ലാതെയാവണം. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ വന്ന് വോട്ട് ചോദിക്കുന്നത് ഈ വേങ്ങരയുടെ മാത്രം പ്രശ്നങ്ങളല്ല. അത് 25%. അതിനപ്പുറം 75% ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കാനും പൊരുതാനുമുള്ള നിയമനിർമ്മാണ സഭയിലേക്കുള്ള വോട്ടാണ്. ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക്, പഠന സിസ്റ്റത്തിലേക്ക് മാറിയത് വളരെ ഗൗരവമുള്ള സംഗതി തന്നെയാണ്. അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ മതേതര കാഴ്ചപ്പാടിന് നിരക്കാത്ത കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സംഗതിക്ക് കൂട്ടുനിന്ന് കൊടുക്കാൻ പറ്റുമോ? ഞങ്ങളെപ്പോഴും മറ്റൊരു മുന്നണിയിൽ ഇരിക്കുന്ന കക്ഷികളുടെ നിലപാടിനെ കുറിച്ച് അഭിപ്രായം പറയാറില്ല, പറയേണ്ട കാര്യമില്ല. അത് അവർ യോഗം ചേർന്ന് തീരുമാനിച്ച് അവർ പറയട്ടെ. പറഞ്ഞതിന് ശേഷം UDF വിലയിരുത്തേണ്ട വല്ല കാര്യങ്ങളും അവർ പറഞ്ഞതിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയെ വിലയിരുത്തേണ്ട കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും അതാലോചിക്കും. ഇത് ഒരുപാട് നിബന്ധനകൾ ഇതിനകത്തുണ്ട്. അതായത് BJP-യുടെ ഒരു രാഷ്ട്രീയം, വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാനുള്ള അജണ്ടയുണ്ട്. ഗവൺമെന്റ് നെഗോഷിയേറ്റ് ചെയ്ത് അത് ഒഴിവാക്കി കേന്ദ്രത്തിന്റെ പണം മേടിക്കുന്നതിൽ ഞങ്ങളിതിരല്ല. കേന്ദ്രത്തിന്റെ പണം എന്ന് പറഞ്ഞാൽ മോഡിയുടെ വീട്ടിലെ പണമല്ലല്ലോ, ഇത് നമ്മുടെ നികുതി പണമാണ്. പക്ഷേ പണം തരുന്നതോടൊപ്പം അനാവശ്യമായ BJP-യുടെ വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കുന്ന നിബന്ധനകൾ സർക്കാർ സ്വീകരിക്കാൻ പാടില്ല. അതാണ് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പോളിസി ഉള്ളത്. പക്ഷേ LDF-ലെ പ്രശ്നം തീർന്നില്ലല്ലോ. ഷാക്കിർ, അന്ന് UDF നേതാക്കൾ ഇവർ 3 പേരും, ഒരാൾ മുഖ്യമന്ത്രിയും മറ്റ് 2 പേരും മന്ത്രിമാരുമാണ്. KM ഷാജിക്കൊക്കെ വലിയ കയ്യടിയാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് കിട്ടിയിട്ടുള്ളത്, ഞങ്ങൾ ചവറ്റുകൊട്ടയിൽ എറിയുമെന്ന വാക്കിന്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഉരുളൽ? അല്ല, ഈ 3 പേരുടെയും നിങ്ങളിപ്പോൾ കാണിച്ചു. ഷാജി പറഞ്ഞത് RSS-ന്റെ നയപരിപാടികൾ ഒരിക്കലും നടപ്പിലാക്കാൻ അനുവദിക്കില്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞതും വളരെ കൃത്യമാണ്. മതേതര മൂല്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള പാഠപുസ്തകങ്ങളോ കരിക്കുലമോ കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല. ശ്രീ VD സതീശനും പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾ കാണിച്ചിട്ടുള്ളത്, ഇത് കേന്ദ്ര ഫണ്ടെന്ന് പറഞ്ഞാൽ BJP-യുടെ ഫണ്ടല്ല, അത് നമ്മളുടെ നികുതി പണമാണ്. ആ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് വർഗീയ പ്രചരണം നടത്താൻ അല്ലെങ്കിൽ ആ രീതിയിൽ കൊണ്ടുവരാൻ അനുവദിക്കില്ല എന്ന് ഇപ്പൊ നിങ്ങൾ കാണിച്ച് പറയുന്നുണ്ട്. മറ്റൊരു കാര്യം ആമുഖമായി പറയാം, നികുതിപ്പണം കൊണ്ട് വർഗീയ പ്രചരണം നടത്തില്ല എന്നല്ല പറയുന്നത്. ഒപ്പിടുമ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കേണ്ടി വരും. അതായിരുന്നു വിമർശനം. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി BJP-യുടെ വർഗീയ അജണ്ട നടപ്പാക്കാനുള്ള പദ്ധതിയാണ് എന്നായിരുന്നു വിമർശനം. അല്ല, നിങ്ങളിപ്പോ കാണിച്ചത് നിങ്ങൾ പണം വാങ്ങിക്കോളൂ, പക്ഷേ കരിക്കുലത്തിൽ ഇടപെടാൻ സമ്മതിക്കരുത്. അതാണ് VD സതീശന്റെ സ്റ്റാൻഡ്. ഇന്നും അദ്ദേഹമാണ് പറയുന്നത്. ലീഗിന്റെ പ്രശ്നം എന്താണ്? ലീഗ് പറയുന്നത് PM ശ്രീ പദ്ധതിയെ നടപ്പാക്കില്ല. അല്ല, നിങ്ങളിപ്പോ പറഞ്ഞത് ഇപ്പൊ കാണിച്ച 3 പേരുടെ പഴയ പ്രസ്താവനകൾ കാണിച്ചല്ലോ. അത് അതിൽ നിന്ന് മാറുന്നൊരു സാഹചര്യം ഇപ്പോഴും ഉണ്ടായിട്ടില്ലല്ലോ. നിങ്ങൾ എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നത്? PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചോ?
ഇപ്പോൾ ഒക്ടോബർ 23 ആരും അറിയാതെ, മുന്നണിയിൽ ചർച്ച ചെയ്യാതെ, ക്യാബിനറ്റിൽ ചർച്ച ചെയ്യാതെ പിണറായി വിജയനും അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയും ഒളിച്ചു കളിച്ച് ഡൽഹിയിൽ പോയി ഒപ്പുവെച്ചു. അത് വിവാദമായപ്പോൾ CPI വലിയ പ്രശ്നമുണ്ടാക്കി, കേരളത്തിൽ ആകെ വിവാദമായപ്പോൾ ഡിസംബർ 11 ഒരു കത്തയക്കുന്നു. എന്താണ് ആ കത്ത്? ആ കത്തിൽ പറയുന്നത് വളരെ കൃത്യമാണ്. ഞങ്ങളൊരു ഉപസമിതി വെച്ചിട്ടുണ്ട്, ആ ഉപസമിതി വെച്ച് റിപ്പോർട്ട് കിട്ടിയ ശേഷം ഫർദർ നടപടിയിലേക്ക് പോയാൽ മതി എന്ന് മാത്രമാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ അതിനെയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളും വ്യാപകമായി. അല്പം മുമ്പ് കേട്ടത് മുഖ്യമന്ത്രിയുടെയും PK കുഞ്ഞാലിക്കുട്ടിയുടെയും പ്രതികരണമാണ്. ഒപ്പുവെച്ച് പോയി, ഇനി അതിൽ നിന്ന് പിന്മാറാൻ പാടില്ല. ഒറ്റ ചോദ്യം, ഒപ്പുവെച്ച് പോയി പിന്മാറാൻ പാടില്ല എന്ന് എന്ത് ഫാക്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ എന്തിലാണ് ഒപ്പുവെച്ചത്? അല്ല, ഈ കഴിഞ്ഞ സർക്കാർ ഒപ്പുവെച്ചത് എന്തിലാണ്? അല്ല അജിംസെ, ഞാൻ പറഞ്ഞു ഇത് പിണറായി വിജയന്റെ സർക്കാരാണ് ഒപ്പുവെച്ചിട്ടുള്ളത്. ആ ഒപ്പുവെച്ചത് മരവിപ്പിച്ചു എന്നുള്ള രീതിയിൽ തെറ്റായി പ്രചരിപ്പിക്കുന്നു സോഷ്യൽ മീഡിയയിൽ, പിന്നെ CPMന്റെ കാൻഡിഡേറ്റുകൾ. നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ ഇന്ന് പറയുന്നത് കേട്ടാൽ, ഇപ്പം നിങ്ങൾ പറയുന്നത് കേട്ടാൽ വിചാരിക്കും PMC നടപ്പിലാക്കാൻ UDF ഗവൺമെന്റ് തീരുമാനിച്ചു എന്ന്. ഇന്ന് കൃത്യമാണ്, ക്യാബിനറ്റ് നോട്ട് ബ്രീഫിംഗിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 4ാമത്തെ 5ാമത്തെ ഐറ്റമായി പറയുന്നു, ഈ PMCയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടി ഇതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്നത് എങ്ങനെയാവണം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കാൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ N. ഷംസുദ്ദീൻ വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ തന്നെ ലിജുവും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും അതേപോലെ തന്നെ നമ്മളെ വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ള ആളുകൾ പിന്നെ ഒരു ഉപസമിതി വെച്ചിട്ടുണ്ട്, അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട്. ആ ഉപസമിതിയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷമേ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നടപ്പാക്കാതിരിക്കാൻ എന്ത് നിയമ നടപടികൾ, നിയമമാർഗം സ്വീകരിക്കണം? അങ്ങനെയല്ല. ഒരു ഗവൺമെന്റ് ഒരു ഗവൺമെന്റ് ഒപ്പിട്ട് പോയിട്ടുള്ള ഒരു MOU, അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് കേരള ഗവൺമെന്റും ഉണ്ടാക്കി വെച്ചിട്ടുള്ള ധാരണകൾ എന്തൊക്കെയാണ്, അതിന്റെ നിയമപരമായ എന്താണ് ധാരണ എന്നറിയാൻ MOU എടുത്ത് വായിച്ചാൽ അത് നിങ്ങൾ പറയുന്നത് പോലെ അല്ല. 28 ദിവസമേ ഇന്നേക്ക് പുതിയ ഗവൺമെന്റ് വന്നിട്ടായിട്ടുള്ളൂ. ആ 28 ദിവസത്തിനിടയ്ക്ക് തന്നെ എത്രയോ മനുഷ്യർക്ക് ഗുണകരമായ രീതിയിലുള്ള നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചു മുന്നോട്ട് പോകുന്ന സർക്കാരാണ്. മുഴുവൻ വർഗീയവൽക്കരിക്കുന്ന ഒന്നാണ് എന്ന് നിങ്ങൾക്ക് തന്നെ വിമർശനമുള്ള ഒരു കാര്യം. ഒരു തലമുറയെ അങ്ങനെ തന്നെ വർഗീയവൽക്കരിക്കാനുള്ള പദ്ധതിയാണ് നിങ്ങൾക്ക് തന്നെ വിമർശനമുള്ള കാര്യം. ഒപ്പിട്ട് പോയി ഞങ്ങൾക്ക് പിന്മാറാൻ പറ്റില്ല എന്ന് കള്ളം പറയുന്നത് എന്തിനാണ് നിങ്ങൾ ഒപ്പിട്ടത്? MOU-ൽ ധാരണാപത്രത്തിൽ പിന്മാറിയ എന്താ കേസെടുക്കും അവര്? അല്ല, അത് ഒപ്പിട്ടത് പിണറായി വിജയന്റെ സർക്കാരാണല്ലോ. 2025 ഒക്ടോബർ 23 പിന്നീട് ഇവിടെ ഇവർ മരവിപ്പിച്ചു എന്ന് തെറ്റിദ്ധാരണ പരത്തുന്നത് ഞാനിപ്പോ അജിംസിന് അയച്ചിട്ടുണ്ട്, നിങ്ങളുടെ നേരത്തെ ഉള്ളതാണ്. അല്ല, നേരത്തെ ഞങ്ങൾ തൽക്കാലമായി ആ ധാരണാപത്രത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. സർക്കാരിന്റെ തീരുമാനം കത്ത് വഴി അറിയിച്ചു. ഓക്കെ, അവർ പിന്മാറിയില്ല എന്ന് തന്നെയാണ് നിങ്ങൾക്ക് ഒരു ഉപസമിതിയെ ഒരു MOU-ൽ നിന്ന് പിന്മാറാൻ നിങ്ങൾക്കുള്ള തടസ്സം എന്താണ്? അല്ല, ഇത് ഒരു ഗവൺമെന്റ് മറ്റൊരു ഗവൺമെന്റ് തുടർച്ചയാണ്. ആ ഗവൺമെന്റ് കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും തമ്മിലുണ്ടാക്കിയ ധാരണയിൽ എന്തൊക്കെയാണ് പറയുന്നത്, അതിന്റെ വസ്തുത മനസ്സിലാക്കാതെ ഒരു ഗവൺമെന്റിന് എടുത്തു ചാടാൻ കഴിയും. അല്ല, നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന തെറ്റായ കാര്യങ്ങളോ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ആരുടെയൊക്കെയോ താല്പര്യത്തിൽ പറയുന്ന കാര്യങ്ങളോ കേന്ദ്രം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് ഈ പദ്ധതി എന്നെല്ലാം വളരെ വിശദമായി പറയുന്നുണ്ട്. അല്ല, നിങ്ങളെന്ന് പറഞ്ഞാൽ അജിംസ് മാത്രമല്ല, ഇന്ന് മിക്ക മലയാള ചാനലുകളും ചർച്ച ചെയ്യുന്ന ഇതേ വിഷയമാണ്. നമ്മൾ വളരെ കൃത്യമായി പറയുന്നു, നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു, ഈ PMC ശ്രീയുമായി ബന്ധപ്പെട്ട് VD സതീശന്റെ ഗവൺമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ തീരുമാനം എടുത്തിട്ടില്ല. എന്നാൽ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാൻ 4 അംഗ മന്ത്രിസഭ ഉപസമിതി തീരുമാനിച്ചിട്ടുണ്ട്. അത് പ്രഖ്യാപിച്ചേ ഉള്ളൂ. നിങ്ങൾ തിരക്ക് കൂട്ടല്ലേ? ഒരു മാസം പോലും ആയിട്ടില്ലല്ലോ ഗവൺമെന്റ് വന്നിട്ട്, അതിനിടയ്ക്ക് നിങ്ങൾ തെറ്റായ വ്യാഖ്യാനങ്ങൾ കൊടുക്കല്ലേ? ശരി, ശ്രീ അനിൽ ബോസ്, ഇത് PMC പദ്ധതിയുടെ അപകടത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ പറഞ്ഞാണ് നമ്മൾ അല്പം മുമ്പ് കേട്ടത്. അദ്ദേഹം എന്താണ് പറയുന്നത്? അത് അവരുടെ കാവ്യവൽക്കരണ അജണ്ട നടപ്പാക്കാനുള്ള പദ്ധതിയാണെന്ന് അദ്ദേഹം തന്നെ ആക്ഷേപിക്കുകയാണ്. ഇന്ന് അദ്ദേഹം പറയുന്നു, ഞങ്ങൾ പദ്ധതിയല്ല ആക്ഷേപിച്ചത്, അത് മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ ഒപ്പിട്ടതിനെ എതിർത്തത് എന്ന് പറയുന്നു. എന്തിനാണ് ഈ മലക്കമറിച്ചിൽ? അജിംസ VD സതീശൻ എന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവിൻ്റെയും ഇന്നത്തെ മുഖ്യമന്ത്രിയുടെയും ഇവിടെ പ്ലേ ചെയ്ത വീഡിയോ ഒന്നുകൂടി ഒന്ന് കാണുക, അല്ലെങ്കിൽ ഒന്ന് പ്രദർശിപ്പിക്കുക, എന്നിട്ട് നമുക്ക് ചർച്ചയിലേക്ക്. VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ PMC പറഞ്ഞു, ഒന്ന് പ്ലേ ചെയ്യൂ പ്ലീസ്. ഇത് ഒരുപാട് നിബന്ധനകൾ ഇതിനകത്തുണ്ട്. അതായത് BJPയുടെ ഒരു രാഷ്ട്രീയം, വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാനുള്ള അജണ്ടയുണ്ട്. ഗവൺമെന്റ് നെഗോഷിയേറ്റ് ചെയ്ത് അത് ഒഴിവാക്കി കേന്ദ്രത്തിന്റെ പണം മേടിക്കുന്നതിൽ ഞങ്ങൾ ഇതിലല്ല.
ഞങ്ങളെതിരല്ല. കേന്ദ്രത്തിൻ്റെ പണം എന്ന് പറഞ്ഞാൽ മോഡിയുടെ വീട്ടിലെ പണമല്ലല്ലോ, ഇത് നമ്മുടെ നികുതി പണമാണ്. പക്ഷേ പണം തരുന്നതോടൊപ്പം അനാവശ്യമായ BJPയുടെ വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കുന്ന നിബന്ധനകൾ സർക്കാർ സ്വീകരിക്കാൻ പാടില്ല. അതാണ് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പോളിസി ഉള്ളത്. പക്ഷേ അനിൽ ബോസ്, BJPയുടെ വർഗീയ രാഷ്ട്രീയ അജണ്ട അടിച്ചേൽപ്പിക്കാനുള്ള പദ്ധതിയാണ് ഇത് എന്നാണ് അന്ന് അദ്ദേഹം ആക്ഷേപിച്ചത്. ഇന്ന് അതിന് വല്ല മാറ്റം വന്നോ? അജിംസ് ഏത് രീതിയിലാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞത് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിക്ക് നൽകുന്ന പണം ജനങ്ങളുടെ നികുതി പണമാണ്. ആ പണം ഗവൺമെൻറ് വാങ്ങുന്നതിന് നമ്മൾ എതിരല്ല. പക്ഷേ പദ്ധതിയുടെ മറവിൽ ഏതെങ്കിലും തലത്തിലുള്ള വർഗീയ ഇടപെടലിന് പ്രചാരത്തിന് നേതൃത്വം നൽകുന്ന കാര്യങ്ങൾ വന്നാൽ, അല്ലെങ്കിൽ അവരുടെ വർഗീയ അജണ്ട വന്നാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല. അതിൽ നിന്ന് VD സതീശൻ ഇപ്പോഴും പുറകോട്ട് പോയിട്ടില്ലല്ലോ. ഒരു ഗവൺമെൻറ് വന്ന് 26ാമത്തെ ദിവസമാണ് ഇന്ന്. നൂറുകണക്കിന് കാര്യങ്ങൾ ചെയ്തുന്ന കൂട്ടത്തിൽ PMCയുമായി ബന്ധപ്പെട്ട് ഒരു ഗവൺമെൻറ് ഒപ്പുവെച്ച കരാർ, ആ ഗവൺമെൻറ് പണം കൈപ്പറ്റിയ കരാർ, അതിനെ സംബന്ധിച്ച് ഒരു മാറ്റം വരുത്തേണ്ട കാര്യങ്ങളുണ്ട്. കരിക്കുലവുമായി ബന്ധപ്പെട്ട്, പാഠ്യ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ ഒരു ഗവൺമെൻറ് ചെയ്യേണ്ടത് എന്താ? താങ്കൾ ഈ ചർച്ചയിൽ പറയുന്ന MOU വായിച്ചു നോക്കിയിട്ടെങ്കിൽ റദ്ദ് ചെയ്താൽ പോരാ. അതുമായി ബന്ധപ്പെട്ട വിശദമായ പഠനം വേണം. ഏതൊക്കെ കാര്യങ്ങളാണ് വർഗീയ അജണ്ടയിൽ അധിഷ്ഠിതമായി കടന്നു വരുന്നത് എന്ന് പഠിക്കണം. ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ദേശീയ പാഠ്യപദ്ധതി, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി BJPയുടെ വർഗീയ രാഷ്ട്രീയ അജണ്ടയാണെന്ന അഭിപ്രായം കോൺഗ്രസിനുണ്ടോ? ഇത് ഞാൻ പറയുന്നതിന് നിങ്ങൾ ആവേശം വേണ്ട. നമ്മളിത് ആളുകൾ കേൾക്കാനല്ലേ ചർച്ച, ആളുകൾ കേൾക്കാനല്ലേ. ഇപ്പോൾ ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ PMC പദ്ധതിയിൽ ഒപ്പിട്ടത് മുഖ്യമന്ത്രി VD സതീശനാണോ അല്ലയോ? താങ്കളുടെ നിലപാടെന്താ? PMC പദ്ധതിയിൽ ഒപ്പിട്ട മുഖ്യമന്ത്രിയുടെ പേരെന്താണ്? പണം കൈപ്പറ്റിയ സർക്കാർ ഏതാണ്? താങ്കളുടെ നിലപാടെന്താ പറ. അപ്പം പുതിയൊരു ഗവൺമെൻറ് വന്നാൽ ആ ഗവൺമെൻറ് ആദ്യം ചെയ്യേണ്ട കാര്യം ആ വിഷയത്തെ സംബന്ധിച്ച് പഠിക്കാൻ എക്സ്പെർട്ടുകളായിട്ടുള്ള ആളുകളെ വെക്കുക എന്നുള്ളതാണ്. ഒരു മന്ത്രിസഭാ ഉപസമിതി വെച്ച് കഴിഞ്ഞാൽ ഉപസമിതിയിൽ അവർ മാത്രമല്ല, ഈ മേഖലയിലെ വിദഗ്ധരുമായി ആശയവിനിമയം നടത്തി അതിൽ ഉരുത്തിരിയുന്ന പ്രപ്പോസൽ, അതിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് ദേശീയ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അത് നടപ്പിലാക്കുന്ന സ്കൂളുകൾ ഏതൊക്കെ, അതിൻ്റെ പട്ടിക തയ്യാറാക്കുന്നതിൽ, അതിൻ്റെ അകത്ത് വരുന്ന വിഷയങ്ങളിൽ സർക്കാർ ഒരു പദ്ധതി നടപ്പാക്കുന്നതിന്റെ സ്ട്രാറ്റജി രൂപീകരിക്കാൻ വേണ്ടി ഉപസമിതി രൂപീകരിക്കുന്ന പോലെയല്ല അനിൽ ബോസ്. ഞാൻ ചോദിച്ച ചോദ്യം രാഷ്ട്രീയമാണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ആ പ്രോഗ്രാം NEP, അത് BJPയുടെ സംഘപരിവാറിന്റെ വർഗീയ രാഷ്ട്രീയ അജണ്ടയ്ക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് എന്ന അഭിപ്രായം കോൺഗ്രസിനുണ്ടോ? അല്ല, വർഗീയ രാഷ്ട്രീയത്തിന് അധിഷ്ഠിതമായ ഒരുപാട് കാര്യങ്ങൾ കേന്ദ്രം ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നുണ്ടല്ലോ. ചരിത്രത്തിൻ്റെ പുനർനിർമ്മിതികൾ നടക്കുന്ന കാലഘട്ടമാണ്. ഓരോ മേഖലയും എടുത്താൽ ആ നിലയിലാണ്. ആ കാര്യത്തിലൊന്നും കോൺഗ്രസ് പാർട്ടിക്ക് നോ കോംപ്രമൈസ് ആണ്. ആ കാര്യത്തിലൊന്നും ഒരു തർക്കവും ഇല്ല. ഇവിടെ PMC പദ്ധതിയുമായി അങ്ങനെയാണെങ്കിൽ PMCയുടെ MOUവിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഈ ധാരണാപത്രത്തിൽ ഒപ്പിടുന്നതോടുകൂടി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കാൻ അതത് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ബാധ്യസ്ഥരാണ് എന്ന് ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിക്കാതെയൊന്നുമല്ല പിണറായി വിജയൻ ഒപ്പിട്ടിട്ടുണ്ടാവുക. നിങ്ങൾ അത് വായിക്കേണ്ടതാണ്. അത് വായിച്ചാൽ തന്നെ അത് നടപ്പാക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ ഒരു ഉപസമിതി ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് താങ്കൾക്ക് തോന്നുന്നില്ല എന്നത് താങ്കളുടെ സ്വാതന്ത്ര്യത്തിൽപ്പെടുന്ന കാര്യമാണ്. ഒരു ഗവൺമെൻറ് എന്ന് പറയുന്നത് വ്യക്തികളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് രാവിലെ ഒരു ഉത്തരവിറക്കുക, വൈകുന്നേരം ആ ഉത്തരവങ്ങ് മാറ്റുക എന്ന് പറയാൻ ഇത് കളിപ്പാട്ടം വിൽക്കുന്ന കടയല്ല. ഇതൊരു ഗവൺമെൻറ്റിൻ്റെ നയത്തിൻ്റെയും പ്രവർത്തനങ്ങളുടെയും സുഗമമായ പ്രക്രിയയ്ക്ക് അനിവാര്യമാണ്. ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഇടപെടലുകൾ, യോജിച്ച പ്രവർത്തനങ്ങൾ, വേണ്ട സ്ഥലങ്ങളുണ്ട്, വേണ്ടാത്ത സ്ഥലങ്ങളുണ്ട്. ഇവിടെ തന്നെ മുൻ ഗവൺമെൻറ് എടുത്ത പല പദ്ധതികളും ഞങ്ങൾക്ക് തുടരേണ്ടതായിട്ട് വരും. ചില തിരുത്തലുകൾ ആവശ്യമായിട്ട് വരും. ഇവിടെ PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒപ്പിട്ടപ്പോൾ ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ആ വിമർശനത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഞങ്ങൾ ഉയർത്തിയ വിമർശനങ്ങൾ ഏതൊക്കെയാണ്, അതിലേതൊക്കെയാണ് തിരുത്തപ്പെടാതുള്ളത്, അതറിയണമെങ്കിൽ ഒരു സമിതി വേണം, അത് പഠിക്കാനൊരു ടീം വേണം. എക്സ്പെർട്ടുകളായിട്ടുള്ള ആളുകളെ അതിന് നിയോഗിക്കും, അത് പഠിക്കും, തിരുത്തപ്പെടേണ്ടവ തിരുത്തും. മനസ്സിലായില്ലേ? അല്ലാതെ പിണറായി വിജയൻ ഒപ്പിട്ടു കേന്ദ്ര സർക്കാരിൻ്റെ എന്ന് പറഞ്ഞാൽ ഞങ്ങളതിനെ വിമർശിച്ചു. അത് ഒപ്പിടരുതെന്നായിരുന്നു സ്റ്റാൻഡ്. ഒപ്പിട്ട് പണം കൈപ്പറ്റി കഴിഞ്ഞെന്നേ. ഒരു ഗവൺമെന്റ് എന്ന് പറയുന്നത് തുടർച്ചയാണ്. ഒപ്പിട്ട് കൈപ്പറ്റി പണം ഏതാണ്? അതുകൊണ്ട് PMCയുടെ പണം കൈപ്പറ്റി എന്നല്ല, അത് ഒപ്പിട്ട് അതുമായി സർവശിക്ഷാ അഭിയാന്റെ പൈസ കിട്ടി.
നിങ്ങൾ ഒപ്പിട്ട് പണം കൈപ്പറ്റിയല്ലോ. ഈ സ്കീം ഒപ്പിട്ടില്ലെങ്കിൽ ആ പണം തരില്ല എന്ന് പറഞ്ഞല്ലോ. സർവശിക്ഷ അഭിയാനുമായി ബന്ധപ്പെട്ട് പണം കൊടുക്കണമെങ്കിൽ ഇതിൽ ഒപ്പിടണം. അപ്പോൾ ഒപ്പിടാതെ മാറി നിൽക്കണമായിരുന്നു. ഒപ്പിടാതെ മാറി നിന്നില്ല. ഒരു ഗവൺമെൻറ് ഒപ്പിട്ട് പണം കൈപ്പറ്റി കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായി ആ പോളിസി അംഗീകരിക്കുന്നതിന് തുല്യമാണ്. ആ പോളിസിയിൽ ഒളിച്ചു കടത്താൻ നടത്തുന്ന വർഗീയ അജണ്ട ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ എവിടെയൊക്കെയാണ് ഇടപെടൽ നടത്തേണ്ടത് എന്ന് 26 ദിവസം മാത്രം പ്രായമുള്ള ഒരു ഗവൺമെന്റ് അത് പഠിക്കാൻ ഒരു കമ്മിറ്റി വെച്ചാൽ അതിനുള്ള PMCയിൽ ഒപ്പിടാത്തതിന്റെ പേരിൽ തമിഴ്നാടിന് SSA ഫണ്ട് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അവർ കോടതിയിൽ പോയി. അത് നിയമപരമല്ല എന്ന് കോടതി തന്നെ പറഞ്ഞു. അത് നമുക്ക് ചർച്ച ചെയ്യാമെന്നേ. നമ്മളിപ്പോൾ ഞാൻ ആവർത്തിക്കുന്നു അജിംസേ, നമ്മൾ എന്തിനാ വാശി? ഗവൺമെന്റ് 5 വർഷത്തേക്കല്ലേ ഈ ഗവൺമെന്റ് വന്നിരിക്കുന്നത്. 26 ദിവസമല്ലേ പ്രായമായുള്ളൂ ഈ ഗവൺമെന്റിന്. അപ്പോൾ ആ ഗവൺമെന്റ് അത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ തമിഴ്നാട് നമുക്ക് പരിശോധിക്കാം. തമിഴ്നാട്ടിലെ നയം എന്തായിരുന്നു, അതിലെടുത്ത സമീപനങ്ങൾ എന്തായിരുന്നു, അതുമായി ബന്ധപ്പെട്ട ഡാറ്റ അവൈലബിൾ ആണല്ലോ. അതെല്ലാം പരിശോധിക്കും. വിവിധ സംസ്ഥാനങ്ങളിൽ ഇത് എങ്ങനെയാണ്, അതിൻ്റെ അകത്ത് ഏതൊക്കെ പാളിച്ചകൾ, ഗുണങ്ങൾ, അത് പരിശോധിക്കും. അങ്ങനെയല്ലേ പോകാൻ. പക്ഷേ അനിൽ ബോസ് പറയുന്ന മാതിരിയല്ല മുഖ്യമന്ത്രി അത് വിശദീകരിച്ചത്. ഇന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചത് ഞങ്ങളിത് നടപ്പാക്കും, പക്ഷേ ഈ പറയുന്ന വർഗീയ അജണ്ട, കാവ്യവൽക്കരണം നടപ്പാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം കരിക്കുലം സംസ്ഥാനത്തിന്റെ അധികാരപരിധിയിലാണ്, അക്കാദമിക കാര്യങ്ങളിൽ കേന്ദ്രത്തെ ഇടപെടിക്കില്ല എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. ഇനി അതിന്റെ സാധ്യത പഠിക്കാനാണോ ഉപസമിതി വെച്ചത് നമുക്കറിയില്ല. ഞാൻ അങ്ങനെയൊക്കെ പറയാം. ശ്രീ എം വിജിൻ, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഒരു സെക്കൻഡ് അജിംസേ, സ്കൂളുകളുടെ പട്ടികയും കരിക്കുലവും അടക്കമുള്ള കാര്യങ്ങളിൽ കടന്നു കയറുന്ന വർഗീയ അജണ്ട അത് തിരുത്തപ്പെടണോ വേണ്ടയോ, അത് പഠിക്കണ്ടേ? അത് ഏതൊക്കെയാണ് വന്നിട്ടുള്ളതെന്നോ അല്ലെങ്കിൽ ഏതൊക്കെയാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് പഠിക്കണ്ടേ? അത്തരം കാര്യങ്ങൾ പഠിക്കുമെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പറഞ്ഞതും അനിൽ ബോസ് പറഞ്ഞതും രണ്ടല്ല. ഞങ്ങൾ രണ്ടുപേരും പറയുന്നത് ഒന്നാണ്. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറയുന്നതും മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പറയുന്നതും ഒന്ന് തന്നെയാണ്. മനസ്സിലായില്ലേ? ശരി, അതിനകത്തൊന്നും മാറ്റമില്ല. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് LDF-ൽ ചർച്ച ചെയ്യാതെ ഈ PMCയിൽ ഒപ്പിട്ടു. മന്ത്രിസഭയിൽ പോലും ചർച്ച ചെയ്തില്ല. വിദ്യാഭ്യാസ മന്ത്രി അറിഞ്ഞു എന്ന് പോലും അറിയില്ല എന്നിങ്ങനെയുള്ള വിമർശനം ഉണ്ടായിരുന്നു. പിന്നീട് സർക്കാർ അതിൽ നിന്ന് പിന്നോട്ട് പോയി. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ധർമ്മേന്ദ്ര പ്രധാനെ കണ്ട് ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുകയാണെന്ന് അറിയിച്ചു. പിന്നീട് ഒരു മാസം കൂടി കഴിഞ്ഞ് അബയൻസ് ലെറ്റർ, അതായത് ഈ കരാറിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ കൊടുത്തു. പക്ഷേ കരാറ് റദ്ദായതായോ MOUയിൽ നിന്ന് പിന്മാറിയതായോ ഒന്നും നമുക്കറിയില്ല. ഇപ്പോൾ പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നു. അധികാരത്തിൽ വന്നിട്ട് പറയുന്നു ഞങ്ങളത് പഠിക്കുമെന്ന് പറയുന്നു. ഇതിൽ രാഷ്ട്രീയമായ കൃത്യത UDF-നുണ്ടോ? നിങ്ങൾക്ക് പറ്റിയ പാളിച്ച അതേപടി തുടരുകയാണോ UDF? അല്ല, ഇവിടെ UDF ഈ MOUയുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ ഉയർന്ന ഘട്ടത്തിൽ നേതാക്കന്മാർ പറഞ്ഞ പ്രസ്താവനകൾ മീഡിയ വൺ വളരെ കൃത്യമായി തന്നെ ജനങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഞാനത് ആവർത്തിക്കുന്നില്ല. എന്തായിരുന്നു അന്നത്തെ പ്രതിപക്ഷ നേതാവ്, ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ, ഇന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രിയുടെ, ഇന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ അന്നത്തെ നിലപാട്? അത് വളരെ വ്യക്തമായിട്ട് ഈ മീഡിയ വൺ ചാനൽ ചർച്ചയിൽ തന്നെ തുടക്കത്തിൽ പറഞ്ഞു. പക്ഷെ ഇവിടെ കോൺഗ്രസിന്റെയും BJPയുടെയും പ്രതിനിധികൾ, ലീഗിന്റെയും പ്രതിനിധികൾ ഇവിടെ ഒരു തെറ്റായ ഒരു നറേഷൻ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഒരു ഭാഗം ശരിയാണ്, അത് നമ്മൾ മറച്ചു വെച്ച് പോകുന്നില്ല. 2025 ഒക്ടോബർ 23 PM ശ്രീയിൽ ഒപ്പുവെച്ചു. പക്ഷെ PM ശ്രീയിൽ ഒപ്പുവെക്കാനുണ്ടായ സാഹചര്യം എന്താ? അവിടെയാണ് ഇവിടെ തെറ്റായ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. ഇവിടെ ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി ഒരു ഭാഗം പറയാണ്, അതായത് പണം കൈപ്പറ്റി, അത് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബും പറയുന്നത് ഞാൻ കേട്ടു. PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഒരു നയാ പൈസ കേരളം കൈപ്പറ്റിയിട്ടില്ല. പച്ചക്കള്ളമാണ് അതുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ V. ശിവൻകുട്ടി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്താണ് സാഹചര്യം. ആ സാഹചര്യം സമഗ്ര ശിക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട്, ആ സമഗ്ര ശിക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം അത് നമുക്ക് മാൻഡേറ്ററി ആയിട്ട് ലഭിക്കേണ്ട ഒന്നാണ്. ആ തുക നൽകാതെ ഇരുന്ന ഒരു ഘട്ടത്തിൽ നിരന്തരമായ സമ്മർദ്ദം നമുക്കറിയാം. കേന്ദ്ര ഗവൺമെന്റ്, BJP ഗവൺമെന്റ്, ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടായപ്പോൾ കാണിച്ച സാമ്പത്തിക അവഗണനയൊക്കെ നമുക്കറിയുന്നതാണ്. വിദ്യാഭ്യാസ മേഖലയിലും ശക്തമായ അവഗണനയാണ്. നമുക്ക് കിട്ടാത്തതിന്റെ ഭാഗമായിട്ട് ഞാൻ ഒരുപാട് പേപ്പർ കട്ടിങ് ഞാൻ എടുത്തിട്ടുണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വരുമ്പോൾ. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി SSK ഉൾപ്പെടെ ശമ്പളം കൊടുക്കാനില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനാകാതെ വല്ലാത്ത നിലയിലുള്ള പ്രതിസന്ധി വരുന്ന ഒരു ഘട്ടമുണ്ടായി. അന്ന് കേന്ദ്രം എന്താ പറഞ്ഞത്? കേന്ദ്രം പറഞ്ഞു, നിങ്ങൾ PM ശ്രീയിൽ ഒപ്പുവെക്കാൻ തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ 1 രൂപ പോലും തരില്ല. അതായത് PM ശ്രീയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഫണ്ടല്ല സമഗ്ര ശിക്ഷാ ഫണ്ട്. അത് രണ്ടാണ്. അതിനെയാണ് തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുവരുന്നത്. ആ ഒരു ഘട്ടത്തിൽ വിദ്യാഭ്യാസ മന്ത്രി അന്ന് നമുക്ക് സമഗ്ര ശിക്ഷയുടെ ഭാഗമായി കിട്ടേണ്ട കോടിക്കണക്കിന് രൂപ ലഭ്യമാകാൻ ഒപ്പുവെച്ചു.
ആ ഒപ്പുവെച്ച ഘട്ടത്തിൽ ഇത് മലയാള മനോരമ പത്രത്തിന്റെ കട്ടിങ്ങാണ്, ദേശാഭിമാനിയല്ല, മലയാള മനോരമ പത്രത്തിന്റെ കട്ടിങ്ങാണ്. അതിൽ അന്ന് ഒപ്പുവെച്ചതിന്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ പ്രസ്താവന മലയാള മനോരമയിൽ വന്ന ഒരു ഭാഗമാണ്. അത് PM ശ്രീ പദ്ധതി കേരളത്തിന് ആവശ്യമില്ലെന്നും പദ്ധതിയിൽ നിന്ന് ഏത് നിമിഷം പിന്മാറാനുള്ള അവകാശം ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച 2 കക്ഷികൾക്കുമുണ്ടെന്നും മന്ത്രി വി ശിവൻകുട്ടി. ഇതാണ് തുടക്കം. അതിൽ വളരെ വ്യക്തമായിട്ട് ഇന്ന് ഇപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞൊരു ഭാഗമുണ്ടല്ലോ, അദ്ദേഹം അതിനെ മനോഹരമായി ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് അവതരിപ്പിച്ച ഒരു ഭാഗത്തിൽ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഞാൻ കണ്ടത്, കരിക്കുലം സംസ്ഥാനം തയ്യാറാക്കാനാകണം, PM ശ്രീ നടപ്പിലാക്കുന്ന സ്കൂളുകളെ സംസ്ഥാനം തെരഞ്ഞെടുക്കും. ഇത് നേരത്തെ തന്നെ PM ശ്രീയുടെ MOയുടെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ അർത്ഥം നടപ്പിലാക്കാൻ പോകുന്നു എന്നാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. അന്ന് കൃത്യമായിട്ട് ശിവൻകുട്ടി, അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, പറഞ്ഞു കേന്ദ്ര സിലബസും തെറ്റായ നിർദ്ദേശങ്ങളും ഇത് ഒപ്പുവെച്ചു എന്നതിന്റെ പേരിൽ നടപ്പിലാക്കില്ല. കേരളത്തിന്റെ പാരമ്പര്യം, മതനിരപേക്ഷത, വർഗീയതയ്ക്കും ഈ ഒക്ടോബർ 21 ഒപ്പുവെച്ച് 26-ാം തീയതി ധർമ്മേന്ദ്ര പ്രധാന്റെ അടുത്ത് നിന്ന് ഞങ്ങൾ ഇതിന് പിന്മാറുകയാണെന്ന് വാക്കാൽ പറഞ്ഞ് പുറത്തിറങ്ങിയ മാധ്യമങ്ങളോടാണ് ഇപ്പോൾ വിജിൻ വായിച്ച ആ വാക്കുകൾ ശിവൻകുട്ടിയുടെ. അതിനുശേഷം ഒരു മാസം കഴിഞ്ഞ് നവംബർ മാസത്തിലാണ് വാസുകി IAS ഒരു കത്തയക്കുന്നത്, അബയൻസ് ലെറ്റർ. അബയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നിമിഷം ഒരു ധാരണാപത്രത്തിൽ നിന്ന് ഞങ്ങൾ തൽക്കാലമായി വിട്ടു നിൽക്കുകയാണ്. ഓക്കെ, നവംബർ മാസമാണ്, ഈ സർക്കാർ അധികാരം വിടുന്നത് മെയ് മാസത്തിലാണ്. അതുവരെ എപ്പോഴെങ്കിലും ഈ MOയിൽ നിന്ന് നിങ്ങൾ ഔദ്യോഗികമായി പിന്മാറിയോ? അതായത് ദാറ്റ് MO is still on. അത് നിലവിലുണ്ട് ആ ധാരണാപത്രം, നിങ്ങൾ താൽക്കാലികമായി വിട്ടു നിൽക്കുന്നേ ഉള്ളൂ അതിൽ നിന്ന്. അല്ല, ഞാൻ അങ്ങ വായിച്ച ഒരു ലെറ്റർ കൂടിയാണിത്. ഇത് നമ്മുടെ 2025 നവംബർ 12 അയച്ച ഒരു മറുപടിയാണ്. PM ശ്രീയിൽ അങ്ങ് ഇവിടെ ഉപയോഗിച്ച ഒരു വേർഡിങ്സ് തന്നെയാണ്. അബയൻസ് എന്ന ഒരു വേർഡിംഗ് കൊടുക്കും. ഞാനത് പറയുന്നില്ല. ഇത് ഇവിടെ ലീഗിന്റെ പ്രതിനിധി എന്തോ തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്. അങ്ങ് ശ്രീ അജിംസ അങ്ങ് ചർച്ചയുടെ ഭാഗമായിട്ട് ഈ കത്തിനെ കുറിച്ച് പരാമർശിച്ചിട്ടുമുണ്ട്. അങ്ങ് കൃത്യമായി ഇതിനെ കുറിച്ച് വായിച്ചതാണ്, MOU അങ്ങ് വായിച്ചതാണ്. പക്ഷെ ഇതിൽ നിന്ന് പിന്മാറാൻ ഗവൺമെന്റ് തയ്യാറായി. അത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഒരു നിങ്ങൾ അതിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചതാണ്, അത് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചതാണ്. വാസുകി IAS കത്തയച്ചാണ് ഞങ്ങൾ താൽക്കാലികമായി വിട്ടു നിൽക്കുന്നു. നിങ്ങൾ അതിൽ നിന്ന് ഔദ്യോഗികമായി പിന്മാറിയോ ഇല്ലേ? നിങ്ങൾ അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു വരെ? അല്ലെ, ഞാൻ അതിലേക്കാണ് വരുന്നത്. ആ കത്ത് നൽകിയതിന് ശേഷവും കേരളം PM ശ്രീയുമായി ബന്ധപ്പെട്ട ഒരു നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല. അത് പറയാൻ വേണം. എന്റെ വേർഡിങ്, എന്റെ ഭാഗമായി ഞാൻ പറയാൻ പോകുന്നത് അതാണ്. 1% മുന്നോട്ട് പോയിട്ടില്ല. 1 രൂപ PM ശ്രീയിൽ കൈപ്പറ്റിയില്ല. ഞാൻ അങ്ങേ ഇതെല്ലാം കൃത്യമായി പഠിക്കുന്ന ഒരാളാണെന്നുള്ളതുകൊണ്ട് അങ്ങേക്കറിയാം. പക്ഷെ ഞാനെങ്കിൽ പോലും ജനങ്ങൾ കൂടി കാണുന്നുണ്ടല്ലോ. ഇത് PM ശ്രീയുടെ സൈറ്റിനകത്തുള്ള ഭാഗമാണ്. ഇന്ന് നമ്പർ ഓഫ് PM ശ്രീ സ്കൂൾ, ഇത് കേരളത്തിന്റെ കണക്കാണ്. നമ്പർ ഓഫ് PM ശ്രീ സ്കൂളുകളുടെ ഇത് കർണാടകയുടെയും തെലങ്കാനയുടെയും, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയുടെയും തെലങ്കാനയുടെയും കണക്കാണ്. അങ്ങയുടെ കയ്യിലുണ്ട് എന്ന് എനിക്കറിയാം. എങ്കിൽ പോലും പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടി ഞാൻ പറയാം. കർണാടകയിൽ ഒപ്പുവെച്ചത് 660 സ്കൂളുകളാണ്. തെലങ്കാനയിൽ 832 സ്കൂളുകളാണ് ഇതിനായി തെരഞ്ഞെടുത്തത്. PM ശ്രീ പദ്ധതികൾക്കായി സംസ്ഥാന സർക്കാർ കേന്ദ്രവുമായിട്ടുള്ള MOയുമായി തെരഞ്ഞെടുത്തത്. അതിൽ സെക്കൻഡറി സ്കൂളുണ്ട്. ഞാൻ അതിന്റെ കണക്കിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ കേരളത്തിൽ നമ്പർ ഓഫ് PM ശ്രീ സ്കൂൾ, ഇതാണല്ലോ പദ്ധതി. PM ശ്രീ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അവർ ഒരു മാതൃകാ സ്കൂളുകളായിട്ട് ദേശീയ വിദ്യാഭ്യാസമായി ഒരു ഷോക്കേസ് ചെയ്യുന്ന മാതൃകാ സ്കൂളുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണല്ലോ അതിന്റെ പ്രധാനപ്പെട്ട ഭാഗമായിട്ട് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ നമ്പർ ഓഫ് PM ശ്രീ സ്കൂൾ ഇപ്പോഴും ആ സൈറ്റിൽ, ഇന്ന് നിങ്ങൾ നോക്കിയാലും ആ സൈറ്റിലുള്ളത് 47 ഏതാ 47 സ്കൂൾ? ആ 47 സ്കൂൾ എന്ന് പറയുന്നത് 33 കേന്ദ്രീയ വിദ്യാലയങ്ങളാണ്, 14 നവോദയയാണ്. അതായത് കേന്ദ്രത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളല്ലാതെ കേരളത്തിൽ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഒരു വിദ്യാലയം പോലും ഇന്നുൾപ്പെടെയുള്ള സൈറ്റിനകത്ത്, PM ശ്രീയുടെ സൈറ്റിനകത്ത് ഇല്ല എന്നുള്ളതാണ്. എന്താ PM ശ്രീ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? PM ശ്രീ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാതൃകാ സ്കൂളുകളാണ്. അവിടെ മോദിയുടെ പ്രതിമ ഉൾപ്പെടെ വെക്കണം. മോദിന്റെ പ്രതിമ, രാഷ്ട്രീയ നിലപാടിനെ കുറിച്ചും UDF നിലപാടിനെ കുറിച്ചും എനിക്ക് വിജയോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്. ഞങ്ങൾ ഈ MOയിൽ നിന്ന് വിട്ടു നിൽക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് നവംബറിൽ കത്ത് കൊടുത്ത നിങ്ങൾ പിന്നീടുള്ള 6 മാസത്തിൽ ഒരിക്കലും ആ MOU റദ്ദാക്കാൻ തുനിയാതിരുന്നത് എന്തുകൊണ്ട്?
ഇനി ഒരു സർക്കാർ വരികയാണെങ്കിൽ അവരെ തലക്കിരിക്കട്ടെ എന്ന് കരുതിയാണോ? അല്ല, ഇത് വളരെ വ്യക്തമായി ഇപ്പോ അജിംസ് കാണേണ്ട ഒരു ഭാഗം, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത് ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരും, ഇതിന്റെ എല്ലാ നടപടിക്രമങ്ങളും PM ശ്രീ മരവിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകും, നമ്മൾ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അധികാരത്തിന് മാറും, അതുകൊണ്ട് വേറൊരു ഗവൺമെന്റ് തലയിൽ ഇരിക്കട്ടെ എന്ന രീതിയിലല്ല ഇടതുപക്ഷ ജനാധിപത്യ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് മറ്റൊന്നാണ്, അപ്രതീക്ഷിതമായ റിസൾട്ടാണ്, ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ഇതിൽ വ്യക്തമാക്കാൻ ഞാൻ ഈ പോയിന്റിലൂടെ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്, അതായത് 2025 നവംബർ 12 ഞങ്ങൾ ഇതിൽ താൽക്കാലികമായി മരവിപ്പിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഇന്ന് വരെ PM ശ്രീ പദ്ധതിയിൽ ഒരു സ്കൂൾ പോലും, കേരളത്തിലെ ഒരു സർക്കാർ സ്കൂൾ പോലും ഈ കേന്ദ്രത്തിന്റെ സൈറ്റിൽ വന്നിട്ടില്ല എന്ന് കാണിക്കുന്നത് PM ശ്രീ നവോദയ വിദ്യാലയങ്ങളിൽ പഠിക്കുന്നത് നമ്മുടെ മക്കൾ തന്നെയാണ്. വിജിൻ, എന്റെയും നിങ്ങളുടെയൊക്കെ മക്കളാണ് അവിടെ പഠിക്കുന്നത്. അവരെന്താണ് പഠിക്കുന്നത് എന്നതിനെ കുറിച്ച് ആശങ്ക വേണം. അത് കേന്ദ്രം നടത്തുന്നതാണോ സംസ്ഥാനം നടത്തുന്നതാണോ എന്നുള്ളതല്ല പ്രശ്നം. ശ്രീ അജിംസ്, അങ്ങേക്ക് വളരെ വ്യക്തമായിട്ട് അറിയാലോ, കേന്ദ്ര വിദ്യാലയങ്ങളുടെ നിയന്ത്രണം സംസ്ഥാന സർക്കാരാണോ? നവോദയ സ്കൂളുകളുടെ നിയന്ത്രണം സംസ്ഥാന സർക്കാരാണോ? ഞാനിവിടെ സമർത്ഥിക്കാൻ നോക്കിയ എന്താ, ഞാൻ വ്യക്തമായിട്ടും പറഞ്ഞ എന്താ, കേരളത്തിലെ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഒരു ഗവൺമെന്റ് സ്കൂൾ പോലും ഈ ലിസ്റ്റിലില്ല. അതേ സമയത്ത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയുടെയും തെലങ്കാനയുടെയും ലിസ്റ്റാണ്. അങ്ങിത് പരിശോധിച്ചിട്ടുണ്ടാവും, എനിക്ക് ഉറപ്പാണ്. അങ്ങിത് പരിശോധിച്ചിട്ടുണ്ടാവും, അങ്ങിത് പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇത് നോക്കൂ, കർണാടകത്തിലും തെലങ്കാനയിലും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ അവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള സ്കൂളുകൾ എത്രണ്ണം PM ശ്രീയുടെ ഭാഗമായിട്ടുണ്ട്? കേരളത്തിൽ ഒരൊറ്റെണ്ണം ഭാഗമായിട്ടില്ല. അതായത് കാണിക്കുന്നത് കേരളം 2025 നവംബർ 12 ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കൃത്യമായി ലെറ്റർ കൊടുത്തതിന് ശേഷം ഒരു രീതിയിൽ പോലും അതിൽ മുന്നോട്ട് പോയിട്ടില്ല. തെറ്റായി കോൺഗ്രസ് പ്രചരിപ്പിക്കാൻ നോക്കുന്നത്, അതായത് ആ ഭാഗം PM ശ്രീയിൽ പണം കൈപ്പറ്റി, അത് പച്ചക്കള്ളാണ്. അത് കൃത്യമായി വ്യക്തമായിട്ടും അങ്ങേക്കറിയാം. പക്ഷേ കോൺഗ്രസ് പ്രതിനിധികൾ അത് അങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് കഴിഞ്ഞ വർഷം ഒരു മാർച്ച് മാസത്തിലെങ്കിലും NAP കുറിച്ചുള്ള നിലപാടിനെ കുറിച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യം കോൺഗ്രസിനകത്ത് ഉയരുന്നുണ്ട്. കോൺഗ്രസ് ഇതുവരെ ഈ NEP-യിലെ ഏറ്റവും വിവാദമായ, തമിഴ്നാട്ടിലൊക്കെ വലിയ പ്രക്ഷോഭത്തിന് കാരണമായ ത്രിഭാഷാ പദ്ധതിയെക്കുറിച്ച് ഒരക്ഷരം ഇതുവരെ കോൺഗ്രസ് വേണ്ടിയിട്ടില്ല. ഇനി NEP എന്ന് പറയുന്ന ഒരു ലാർജർ ഫ്രെയിം വർക്ക് സഫ്രോണൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആണ് എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ കോൺഗ്രസ്? ഇല്ല. നിങ്ങളുടെ അഭിപ്രായമൊന്നും കോൺഗ്രസിന്റെ കാര്യത്തിലില്ല. നിങ്ങൾ വെറുതെ മൂർച്ചയുള്ള ഒരു രാഷ്ട്രീയ നിലപാട് പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ പുലിവാല് പിടിക്കുന്നു. കോൺഗ്രസ് നിങ്ങളുടെ ഒപ്പമില്ല ഈ രാഷ്ട്രീയ നിലപാടിൽ. CK ഷാക്കിർ, അതായത് നിങ്ങൾ ഈ തുടക്കത്തിൽ കാണിച്ച 3 വിഷ്വൽസ്, KM ഷാജിയുടെ, PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ, VD സതീശന്റെ, ഇത് നമ്മൾ ഈ പറയുന്നതും നേരത്തെ കാണിച്ചതൊക്കെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് റെക്കോർഡാണല്ലോ. അതിൽ കൃത്യമാണ് അവരുപയോഗിച്ച പദങ്ങളും അവർ പറഞ്ഞ കാര്യങ്ങളും. അതേ സ്റ്റാൻഡിൽ നിന്ന് തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുള്ളത്. ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ തീരുമാനമെടുത്തിട്ടുള്ളത്. നിങ്ങൾ ഈ LD ഇപ്പൊ സുഹൃത്ത് വിജിൻ പറഞ്ഞല്ലോ, ആരാണ് ഈ MOU ഒപ്പുവെച്ചത്? എവിടെയാണ്? അതിനു മുമ്പ് സാധാരണ ഇപ്പൊ UDF ആണെങ്കിൽ അതിന്റെ UDF കമ്മിറ്റി ചർച്ച ചെയ്യും. ആദ്യം പറഞ്ഞു നിർത്തിയ ഒരു കാര്യം ആഡ് ചെയ്യാണ്. ഈ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിൽ NEP നടപ്പാക്കൽ മാൻഡേറ്ററി ആണ്. നിങ്ങൾ ആ NEP നടപ്പാക്കാതിരിക്കണമെങ്കിൽ ആ ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറണം. അല്ല, ഞാൻ പറയുന്നതല്ല. ഇവർ ഇപ്പൊ സുഹൃത്ത് വിജിൻ ഉൾപ്പെടെയുള്ള തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ ഇരട്ട നിലപാട് സ്വീകരിക്കുകയാണ്. അതായത് അദ്ദേഹം പറയുന്നു ഇത് ഒപ്പിട്ടത് ശരിയായില്ല, എന്നാൽ MOU കൃത്യമാണല്ലോ, ഇവർക്ക് വായിച്ചു നോക്കിയിട്ട്. MOUയിൽ ആരാണ് ഒപ്പിട്ടത്? ഇവർ LDFന്റെ നയരൂപീകരണ സമിതി ചർച്ച ചെയ്തിട്ടില്ല. ഒക്ടോബർ 23 ഒപ്പിട്ട് 1.5 മാസം കണ്ട് അല്ലെങ്കിൽ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. CPI മന്ത്രിമാർ വിട്ടു നിൽക്കുമെന്നുള്ള ഭീഷണിയൊക്കെ വന്നപ്പോഴാണ് ഇവർ പോയി അത് മരവിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാനോ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ സത്യത്തിൽ കണ്ടത് UDF വെച്ചതുപോലെ ഒരു മന്ത്രിസഭാ ഉപസമിതിയെ വെക്കുന്നുണ്ട്. അതുകൊണ്ടൊന്ന് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. നടപ്പിലാക്കി ഇംപ്ലിമെന്റ് ചെയ്യാൻ സമയം വേണമെന്നാ. നിങ്ങൾ നോക്കേണ്ട ഒരു സംഗതി, ഒക്ടോബർ 23 ഈ MOU സൈൻ ചെയ്ത ശേഷം ഒക്ടോബർ 25 പ്രിയപ്പെട്ട വിജിനെ 98 കോടി രൂപ കേരള സർക്കാരിന്റെ ഈ SSK ഫണ്ടിലേക്ക് വരുന്നത്. 1186 കോടി രൂപ നമുക്ക് കിട്ടാനുണ്ടായിരുന്നു.
ആ കിട്ടാനുള്ളതിന് ഇവർ ഡിമാൻഡ് വെക്കുകയാണ്. ആ ഡിമാൻഡ് വെക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ ആരോടും ചോദിക്കാതെ അത് പോയി ഒപ്പിട്ട് കൊടുക്കുകയാണ്. ആ ഒപ്പിട്ട് കൊടുക്കുമ്പോഴാണ് വി ഡി സതീശനും കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെ പറഞ്ഞത് RSSന്റെ കാവ്യവൽക്കരണം വിദ്യാഭ്യാസത്തിൽ കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല. മതേതര മൂല്യങ്ങളെ ബലി കഴിക്കുന്ന ഒരു സംവിധാനത്തെ ഞങ്ങൾ അംഗീകരിക്കില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്നു. അതേ നിലപാടിൽ തന്നെ എവിടെയാണ് നിങ്ങളുടെ അനുവാദം വേണ്ട. നോക്കൂ സൈക്കിൾ സാക്കർ, നിങ്ങളുടെ അനുവാദം വേണ്ട അമിത്ഷായ്ക്കും മോദിക്കും NEP നടപ്പാക്കാൻ. അതിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ അല്ല, നിങ്ങൾ നിങ്ങളോടും പറയാൻ അത് തന്നെയാണ്. ഇന്ന് വി ഡി സതീശനും നമ്മുടെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി മന്ത്രിമാർ പറഞ്ഞിട്ടുള്ളത് ഇത് പഠിക്കണം. ഈ ശിവൻകുട്ടിയും പിണറായി വിജയനും ഈ ജോൺ ബ്രിട്ടാസ് എന്ന ബ്രിഡ്ജ് ഉണ്ടായിരുന്നല്ലോ, അന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഓർമ്മയില്ല നിങ്ങൾക്ക്? ഡൽഹിയിൽ ഞങ്ങൾ തമ്മിൽ ബ്രിഡ്ജ് ഉണ്ടാക്കിയത് ജോൺ ബ്രിട്ടാസ് ആണെന്ന്. എന്തായിരുന്നു ബ്രിഡ്ജ്? എന്തായിരുന്നു ഡീല്? ഇത് മാത്രമാണോ? RSSന്റെ പല കാര്യങ്ങൾക്കും കേരളത്തിൽ നടപ്പിലാക്കാൻ, അതുപോലെ തന്നെ ഇവരുടെ പ്രധാനപ്പെട്ട പല കേസുകളും ഇന്ന് ED ചോദ്യം ചെയ്ത ആളില്ലേ, അത് എന്ന് ചോദ്യം ചെയ്യാൻ നോട്ടീസ് കൊടുത്തു? ആദ്യത്തെ നോട്ടീസ്. അതൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക ജിംസ ഇതിന് പിന്നിലെ കഥകൾ എന്താണെന്ന്. അപ്പം അതുകൊണ്ടാണ് ഇവർ 10 വർഷം ഭരിച്ചപ്പോൾ ഇപ്പം ഇവർ ഓരോ ദിവസം മാധ്യമപ്രവർത്തകർ കാണുന്നു, ശ്രീ MV ഗോവിന്ദൻ കാണുന്നു, പിന്നെ അതുപോലെ തന്നെ ഈ രാജീവ് കാണുന്നു. ഇവരെന്താ ചെയ്യുന്നത്? ബ്രാഞ്ച് തലം മുതൽ പോളിറ്റ് ബ്യൂറോ വരെ കഴിഞ്ഞ 10 വർഷം എടുത്ത തീരുമാനങ്ങൾ എല്ലാം തെറ്റായിരുന്നു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒരു മിനിറ്റ്. ഗവൺമെന്റ് എടുത്ത തീരുമാനങ്ങൾ അന്നേ ഞങ്ങൾ പറയുന്നുണ്ട് ഇത് തെറ്റാണ് കേട്ടോ, ഇത് കേരളത്തിന് ആപൽക്കരമാണ്, ഇത് നമ്മുടെ നാട് ദോഷകരമാണെന്ന് പറയുന്നുണ്ട്. അന്ന് ഇവർ കേട്ടിട്ടില്ല. ഇപ്പൊ ഇവർ തീരുമാനമെടുത്ത് തെറ്റാണെന്ന് തീരുമാനിച്ച് MV ഗോവിന്ദൻ വന്ന് പത്രക്കാരോട് പറയുന്നു. എന്നിട്ട് അടുത്ത ആൾ വീണ്ടും വരേണ്ട പത്രസമ്മേളനത്തിൽ പറയാം. എന്താ പറയുന്നത്? MV ഗോവിന്ദൻ പറഞ്ഞത് മാത്രമല്ല ഒന്നും കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. എന്നിട്ട് ആളുകളെ പുറത്താക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ അയാൾ പിന്നെ ആത്മകഥ പുറത്തിറക്കും എന്ന് പറയുമ്പോൾ വീണ്ടും സസ്പെൻഡ് ചെയ്യാനാക്കുന്നു. ആ ജാതി നാടകങ്ങൾ ഒരിക്കലും UDFന്റെ സർക്കാരോ UDF സ്വീകരിക്കില്ല. അതുകൊണ്ടാണ് കരുതലോടുകൂടെ ഓരോ സമീപനങ്ങളും തീരുമാനങ്ങളും എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. CM ശ്രീയുമായി മുന്നോട്ട് പോകാൻ UDF തീരുമാനിച്ചിട്ടില്ല. അനിൽ ബോസ്, കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാന, കർണാടക പോലെ സംസ്ഥാനങ്ങൾ PM ശ്രീയിൽ ഉണ്ട്. അവർ NEP നടപ്പാക്കുന്നുമുണ്ട്. NEPയോട് കോൺഗ്രസിന് കൃത്യതയുള്ള ഒരു രാഷ്ട്രീയ നിലപാട് ഇനിയും ദേശീയ തലത്തിൽ പ്രഖ്യാപിച്ചിട്ടുമില്ല. ഇനി അങ്ങനൊരു നിലപാടെടുത്ത് വെറുതെ കേന്ദ്രത്തിന്റെ പിണക്കം വെച്ച് മേടിക്കേണ്ട, കേന്ദ്രവുമായി ഒരു ഏറ്റുമുട്ടലിന് പോകണ്ട, പരമാവധി സഹകരിച്ചു പോവുക, ഇങ്ങനെയൊരു ലൈനാണോ സർക്കാരിന്? അതായത് കർണാടക, തെലങ്കാന സ്ഥിരമായി ഇവർ ഉപയോഗിക്കുന്ന ഭാഷ്യമാണ്. എന്തുകൊണ്ട് ഇവർ തമിഴ്നാടിനെ ഒഴിവാക്കുന്നു? ഈ PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒപ്പിട്ട് പണം വാങ്ങിയില്ല എന്ന് CPM പ്രതിനിധി പല പ്രാവശ്യം പറയുകയാണ്. PMCയിൽ ഒപ്പിട്ടാൽ മാത്രമേ SSA ഫണ്ട് കിട്ടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ നിലപാടെടുത്തു. ആ പണമില്ലാതെ മുന്നോട്ട് പോകാൻ ഒക്കത്തില്ല എന്നുള്ളതുകൊണ്ട് പിണറായി വിജയൻ സർക്കാർ, ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ ഒപ്പിട്ടു. അതാണ് യാഥാർത്ഥ്യം. മനസ്സിലായില്ലേ? അതിൽ നിന്ന് മാറി നിൽക്കാൻ തയ്യാറായില്ല. നിയമപരമായി തമിഴ്നാട്ടിലെ ഗവൺമെൻറ് നടത്തിയ പോരാട്ടം പോലൊരു പോരാട്ടത്തിന് കോടതിയിൽ പോകാൻ ഇവർ തയ്യാറായില്ല. തയ്യാറായോ? അതവർ തുറന്ന് അംഗീകരിക്കണം. അതൊന്നാമത്തെ കാര്യം. 2, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ശ്രീ VD സതീശൻ മുന്നോട്ട് വെച്ച കാര്യം എന്താ? ഇവിടെ നമ്മളൊരു ഉപസമിതി വയ്ക്കുന്നു, ഉപസമിതി പഠിക്കുന്നു. ആ പഠനശേഷം കരിക്കുലത്തിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ, സംസ്ഥാന ഗവൺമെൻറ് ഇടപെടേണ്ട കാര്യങ്ങളിൽ ഇടപെടുമെന്ന് പറയുന്നു. CPM പ്രതിനിധി അറിയാൻ പറയുകയാണ്, തെലങ്കാനയിലും കർണാടകയിലും 18ലധികം കാര്യങ്ങൾ, പുസ്തകങ്ങൾ അവിടെ മാറ്റപ്പെട്ടിട്ടുണ്ട്. ഈ പറയുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തർക്കത്തിനൊടുവിൽ അവിടെ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ നടപ്പിലാക്കിയ പദ്ധതിയിൽ നിന്നും, കരിക്കുലത്തിൽ നിന്നും 18ഓളം പാഠ്യപദ്ധതികൾ മാറ്റിക്കഴിഞ്ഞു. അത് മാറ്റിയിട്ടാണ് അവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ടിപ്പുവിനെ ഉൾപ്പെടെ പഠിപ്പിക്കുന്ന, കവികളെക്കുറിച്ച് പഠിപ്പിക്കുന്ന, അവിടെ ഒഴിവാക്കിയിരുന്ന BJP പിന്നെ ഒരിക്കലും സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടുത്തുകയും അവർക്ക് സംസ്ഥാനത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത 18ഓളം കാര്യങ്ങൾ മാറ്റുകയും ചെയ്തുകൊണ്ടാണ് അവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. അതുതന്നെയാണ് ഞങ്ങൾ ഇവിടെ പറയുന്നത്. കേരളത്തിൽ ഇപ്പോൾ മുൻ ഗവൺമെൻറ് ഒപ്പിട്ട പദ്ധതി തുടരുമ്പോൾ ആ തുടരുന്ന പദ്ധതിയിലുള്ള പോരായ്മകൾ, വർഗീയ അജണ്ടകൾ, മാറ്റപ്പെടേണ്ട കാര്യങ്ങൾ, അതുൾപ്പെടെയുള്ള വിഷയങ്ങൾ പഠിച്ചും പരിഹരിച്ചും പോകാൻ വേണ്ടിയാണ്. 2 കാര്യങ്ങൾക്ക് CPM പ്രതിനിധി ചിരിച്ചിട്ട് കാര്യമൊന്നുമില്ല. 2 കാര്യങ്ങൾക്ക് നേരിട്ട് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. നിങ്ങൾ SSA ഫണ്ട് മേടിക്കാൻ കേന്ദ്ര സർക്കാർ തരില്ല എന്ന് പറഞ്ഞപ്പോൾ ആ പണത്തിന് വേണ്ടി നിങ്ങൾ PMC പദ്ധതി ഒപ്പിട്ടോ ഇല്ലയോ? ലളിതമായ ചോദ്യമാണ്. PMCയുടെ പണമല്ല, നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. PMC പദ്ധതിയിൽ ഒപ്പിട്ടാൽ മാത്രമേ SSA ഫണ്ട് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ആ പണം കിട്ടാൻ വേണ്ടി നിങ്ങൾ ഒപ്പിട്ടോ ഇല്ലയോ? നിങ്ങളത് വെരി ക്ലിയർ ആയിട്ട് ക്ലാരിറ്റിയോടുകൂടി പൊതുസമൂഹത്തോട് പറയാം.
2, തമിഴ്നാട് ഗവൺമെന്റ് SSA ഫണ്ട് കിട്ടുന്നതിന് വേണ്ടി ഒപ്പിടാൻ തയ്യാറായില്ല. അവർ കോടതിയിൽ പോയി. എന്തുകൊണ്ട് കേരള ഗവൺമെന്റ് കോടതിയിൽ പോകുന്ന വഴി തേടിയില്ല? നിങ്ങൾ പറഞ്ഞാൽ മതി. ഈ 2 കാര്യങ്ങൾക്ക് CPM പ്രതിനിധി മറുപടി പറയട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മുൻ ഗവൺമെന്റ് ഒപ്പിട്ട കാര്യം, പണം കൈപ്പറ്റിയ കാര്യം, SSA ഫണ്ടിലാണെങ്കിൽ പോലും അത് കൈപ്പറ്റുന്നതിന് വേണ്ടി ഒപ്പിട്ട കാര്യം, ഇപ്പോൾ അത് മാറ്റുന്നതിന് മുമ്പ് ഏകപക്ഷീയമായ നിലപാടെടുക്കുന്നതിന് പകരം അതിൻ്റെ വിശദാംശങ്ങൾ പഠിക്കണം. കരിക്കുലത്തെ സംബന്ധിച്ച്, സ്കൂളുകളെ സംബന്ധിച്ച്, കേന്ദ്ര സർക്കാരുമായുള്ള തർക്കങ്ങളെ സംബന്ധിച്ച് പഠിക്കണം. അത് ഏതൊരു ഗവൺമെന്റും ചെയ്യേണ്ട കാര്യമാണ്. ആ ഗവൺമെന്റ് നമ്മളിവിടെ വന്നു നമ്മുടെ മഞ്ഞക്കുറ്റി ഊരിക്കളഞ്ഞതുപോലെ രാവിലെ വന്നിട്ട് ചെയ്യേണ്ട കാര്യമല്ല അത്. മഞ്ഞക്കുറ്റി ഊരിക്കളയുന്നതിന് ഞങ്ങൾ നടത്തിയിട്ടുള്ള സമരങ്ങൾ, പോരാട്ടങ്ങൾ, പഠനങ്ങൾ, നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഞങ്ങളുടെ വാഗ്ദാനമാണ് അത്, ഞങ്ങളുടെ വാഗ്ദാനമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സ്വാഭാവികമായും PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് BJPയുടെ അജണ്ട എന്തോ അത് പൊളിക്കാനുള്ള നടപടികൾ ചെയ്യണമെങ്കിൽ അതെന്തൊക്കെയാണെന്ന് പഠിക്കണം. അതിനുള്ള കമ്മിറ്റിയാണ് നിയോഗിച്ചിട്ടുള്ളത്. പഠിക്കണ്ടേ? ഇവരിപ്പോൾ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന് ഇവർക്കറിയാൻ പാടില്ലെന്ന് ആരാ പറഞ്ഞത്? ഈ വിജിൻ്റെ സഹപ്രവർത്തകനായ ജയ്ക്ക് ഞങ്ങൾ ഒരിക്കലും ജയിക്കില്ല എന്ന് പറഞ്ഞെന്നും പറഞ്ഞ് ഇന്ത് മാധ്യമപ്രവർത്തകനായ CPM സഹയാത്രികനായ സനീഷ് മാധ്യമങ്ങളിലൂടെ ചർച്ച നടത്തുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഇവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളല്ലേ, വിദ്യാർത്ഥി യുവജന നേതാക്കന്മാരിൽ ഒരാളല്ലേ. ഒരിക്കലും ഞങ്ങൾ അധികാരത്തിൽ വരത്തില്ല എന്ന് ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞു. ചർച്ചയിൽ തർക്കിച്ചു, അതിനുശേഷം പുറത്തിറങ്ങി പറഞ്ഞു എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? കേരളം കേട്ടില്ലേ? അപ്പോൾ ഇവർക്ക് അറിയേണ്ട ആളുകൾക്കെല്ലാം ഇവർ വരില്ല എന്നറിയായിരുന്നു. 6000 കോടി മിച്ചമുണ്ടെന്ന് പറഞ്ഞിട്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് DA അത് വരുന്ന സർക്കാരിനിട്ട് 8ന്റെ പണി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയ പാർട്ടികളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ വരുന്ന സർക്കാർ ഏതാണോ അവർ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത മുഴുവൻ കാര്യങ്ങളും യാതൊരു ചിന്തയുമില്ലാതെ നടപ്പിലാക്കിയിട്ട് പോയിട്ട് ഇപ്പോൾ 20 ദിവസം പിന്നിടുമ്പോൾ മഹാന്മാരായി വന്നിരിക്കുകയാണ്. ചർച്ചയിൽ വന്ന് ഇവർ പറയുകയാണ് ഞങ്ങളങ്ങ് മഹാത്മാക്കളാണ്, ഞങ്ങൾ സംഘപരിവാർ വിരോധികളാണ്. എന്ത് സംഘപരിവാർ വിരോധം ഇവർക്ക്? ഇവർ ഭരിച്ച 10 വർഷക്കാലം ഒരു സംഘപരിവാർ വിരോധം ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ഉണ്ടോ? ഒരു സംഘപരിവാർ വിരോധം ഇവർക്കുണ്ടായിരുന്നില്ല, ഒരു ഘട്ടത്തിലും ഉണ്ടായിരുന്നില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഇവിടെ കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് CPMന് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ കുറിച്ച് ഒരു രാഷ്ട്രീയ നിലപാടുണ്ടായിരുന്നു. അത് 2020 മുതൽ അവർ തുടർച്ചയായി പറയുന്നുണ്ടായിരുന്നു. അവർ ഒപ്പിട്ടത് താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ഒരു നിർബന്ധിതാവസ്ഥയിൽ ഒപ്പിട്ടതാണ്. ഒപ്പിട്ടു ആ മുന്നണിക്കുള്ളിൽ വിമർശനം വന്നപ്പോൾ അവരത് മരവിപ്പിക്കുന്നതായി പറഞ്ഞുകൊണ്ട് ലെറ്റർ കൊടുത്തു. എൻ്റെ ചോദ്യം, കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണല്ലോ. ദേശീയ തലത്തിൽ പല സംസ്ഥാനങ്ങളും കോൺഗ്രസ് ഭരിക്കുന്നുണ്ട്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയോട് ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ സമീപനം എന്താണ്? 3 ഭാഷകൾ പഠിപ്പിക്കണം എന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ വളരെ പ്രധാനപ്പെട്ട വ്യവസ്ഥയോട് DMK ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? അപ്പോൾ നിങ്ങൾക്കൊരു നിലപാടില്ല. നിലപാട് സ്വീകരിച്ചവർക്ക് ഒരു പിഴവ് പറ്റിയപ്പോൾ അവരത് തിരുത്താൻ ശ്രമിച്ചു. നിങ്ങളൊരു നിലപാട് പോലും എടുത്തിട്ടില്ല, ഇപ്പോഴും പഠിക്കാൻ നടക്കുകയാണ്. അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ. കേരളത്തിൻ്റെ ആണെങ്കിൽ ഏത് സാമൂഹ്യ അവസ്ഥയിലും അവിടുത്തെ ഒരു പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട പരിഷ്കരണമാകട്ടെ, നാഷണൽ പോളിസിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാകട്ടെ, ഒരു കാര്യം വരുമ്പോൾ ഒരു മന്ത്രിസഭ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? രഹസ്യമായിട്ടാണോ? ആണോ? ഇവർ മന്ത്രിസഭാ യോഗത്തിൽ PMC പദ്ധതി ഒപ്പിട്ടതിൽ അവർക്ക് ഇനി നിർബന്ധിതമായി, താങ്കൾ ഉപയോഗിച്ച ഭാഷ തന്നെ കടമെടുത്ത് ഞാൻ പറയുകയാണ്, SSA ഫണ്ട് കിട്ടാൻ ഞങ്ങൾ സമ്മർദ്ദത്തിലായതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ PMCയിൽ ഒപ്പിട്ടു. എന്തുകൊണ്ട് അത് ക്യാബിനറ്റിൽ തുറന്നു പറയാൻ തയ്യാറായില്ല? പരസ്യമായി PMCയിൽ ഒപ്പിടില്ല എന്ന നിലപാടെടുത്തതിന് ശേഷം മന്ത്രിസഭാ യോഗത്തിൽ ആ കാര്യങ്ങൾ തുറന്നു പറയാതെ രഹസ്യമായി ഒപ്പിട്ടു പിണറായി വിജയൻ സർക്കാർ. ഇത് പറയുന്നത് കോൺഗ്രസ്സുകാരനായ ഞാനല്ല, കോൺഗ്രസ് പാർട്ടിയല്ല, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളല്ല പറയുന്നത്. ഇവരുടെ മുന്നണിയിൽ 2ാം കക്ഷിയായ CPIയുടെ ആളുകൾ പറയാണ്. അവരുടെ മന്ത്രിമാർ അറിയാതെ മന്ത്രിസഭാ യോഗത്തിൽ ചോദിച്ചിട്ട് പോലും ഞങ്ങൾ PMC പദ്ധതിയിൽ ഒപ്പിട്ടിട്ടില്ല എന്ന നിലപാടാണ് പറഞ്ഞിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. കൂടെ ഇരിക്കുന്ന മന്ത്രിമാരോട് സത്യം പറയാതെ ഒളിച്ചുപോയി ഒപ്പിടാൻ ഇവർക്കാരാണ് അധികാരം കൊടുത്തത്? ഇവർക്കാരാണ് അധികാരം കൊടുത്തത്? എന്നിട്ട് അവർ ഈ ചർച്ച വന്നിരുന്നിട്ട് പറയാണ് 24 മണിക്കൂറിനകം UDF അങ്ങനെ ചെയ്യണം, സതീശൻ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് പഠിക്കണം. പഠിച്ചിട്ടേ ചെയ്യാൻ കഴിയൂ. അജിംസെ പോളിസികൾ എടുക്കേണ്ടിടത്തും നിലപാടുകൾ പറയേണ്ടിടത്തും ഒന്നും കോൺഗ്രസിന് ഒരു ക്ലാരിറ്റി കുറവില്ല. പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറയും, മുന്നോട്ട് പോകും. ഇവിടെ ഉപസമിതിയുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ ഏൽപ്പിച്ചിട്ടുള്ള കമ്മിറ്റി പഠിക്കും, പരിശോധിക്കും, എക്സ്പെർട്ടുകളുടെ സഹായം തേടും. ഇതിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങളിൽ മാറ്റം വരുത്താനുള്ള തൻ്റെ ഇടവും ചങ്കൂറ്റവും UDF സർക്കാരിനുണ്ട്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഏതൊക്കെ നിലപാടെടുത്തോ ആ നിലപാട് പ്രാവർത്തികമാക്കാൻ കേരളത്തിലെ ജനങ്ങളെ ഞങ്ങൾ പ്രാവർത്തികമാക്കി ബോധ്യപ്പെടുത്തും എന്നാണ് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ശ്രീ എം വിജിൻ, വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട ഒന്നാണ്. കരിക്കുലത്തിലും അക്കാദമിക കാര്യങ്ങളിലും ഇടപെടാൻ കേന്ദ്രത്തെ ഞങ്ങൾ അനുവദിക്കില്ല, അതിന് ചെറുക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ നോക്കൂ, ആഭ്യന്തരം
ആഭ്യന്തരം സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട കാര്യമാണ്. എന്നിട്ട് പോലും നിങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആഭ്യന്തരം ഭരിക്കുന്നത് നിങ്ങളല്ല, RSS ആണ് എന്നാണ് ഉയർന്ന വിമർശനം. അപ്പോഴാണ് കേന്ദ്രത്തിന് ഏതോ തരത്തിൽ റോളുള്ള വിദ്യാഭ്യാസത്തിൽ ഞങ്ങൾ ചെറുത്തു നിൽക്കുമെന്ന് UDF പറയുന്നത്. സാധിക്കുമോ? അല്ല, ഇവിടെ ശ്രീ അനിൽ ബോസിന്റെ പറഞ്ഞ ചില ഭാഗങ്ങൾക്ക് മാത്രം മറുപടി പറഞ്ഞ് ഞാൻ അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ അനിൽ ബോസ് കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട നേതാവാണ്, സീനിയർ നേതാവാണ്. അദ്ദേഹം ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ വർത്തമാനത്തിൽ വെറും 26 ദിവസം എന്നാണ് അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരുന്നത്. ആ 26 ദിവസം കൊണ്ട് സംഘപരിവാറിന് കീഴടങ്ങുന്ന എത്ര നിലപാടുകൾ, നയങ്ങൾ നിങ്ങൾ സ്വീകരിച്ചു? സത്യപ്രതിജ്ഞയിൽ വന്ദേ മാതരം മുതൽ ആരംഭിക്കുകയല്ലേ? ഈ വന്ദേ മാതരം ഗവർണർക്ക് കീഴടങ്ങിക്കൊണ്ട് ഞാൻ പറയട്ടെ, ഞാൻ അങ്ങയുടെ സമയത്ത് പറഞ്ഞില്ല, ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് മറുപടി പറയും. അങ്ങ് ചോദിച്ച 2 ചോദ്യത്തിന് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് മറുപടി പറയും. അതിന് മുന്നേ ഞാൻ ഇക്കാര്യങ്ങൾ പറയട്ടെ. ഞാനിത് പറയട്ടെ. ഞാൻ അതിന് മറുപടി നേരെ പറയും. അങ്ങ് ചോദിച്ചതിന് നേരെ മറുപടി പറയും. അതിന് മുന്നേ 26 ദിവസത്തിന്റെ കണക്കൊന്ന് പറയാനാണ്. വന്ദേ മാതരം ഗവർണർക്ക് കീഴടങ്ങി 13 മുതൽ 27 വരെയുള്ള ലൈൻ ഈ രാജ്യത്ത് വേണ്ടെന്ന് വെച്ച് മഹാത്മാഗാന്ധി ഉൾപ്പെടെ അഭിപ്രായം പറഞ്ഞ ആ വരികൾ ഒരു മതത്തിന്റെ ഭദ്രകാളിയുടെ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ നിങ്ങൾ അത് നിങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ആലപിച്ചു. പിന്നെയോ ഒരു ചെറിയ സമാധാനം, അതിന്റെ പകുതി കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി വന്ദേ മാതരം നിങ്ങൾ നിയമസഭയിൽ ഇലക്ഷൻ കമ്മീഷണറായിട്ട് BJPയുടെ സീൽ വെച്ച് കൊടുത്ത ഒരാളുണ്ടല്ലോ, ധൃതി പിടിച്ച് സെക്രട്ടറി ആയിട്ട് മുഖ്യമന്ത്രിയെ നിയമിച്ചു. ഏതാ ഡീൽ? എവിടെയാ ഡീൽ നിൽക്കുന്നത്? MG സർവകലാശാല വൈസ് ചാൻസലറുടെ നിയമം അദ്ദേഹത്തെ എനിക്കറിയാം. കാരണം കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ എന്നോടൊപ്പം സിൻഡിക്കേറ്റ് ഉണ്ടായിരുന്നതാണ്. BJP സംഘടനാ നേതാവാണ്. ഒരക്ഷരം മിണ്ടാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോ നിങ്ങൾ തയ്യാറാകാതിരുന്നത്? സെനറ്റിലേക്ക് 17 BJP പ്രവർത്തകരെ നോമിനേറ്റ് ചെയ്തപ്പോ ഗവർണറുമായിട്ട് തർക്കിക്കാൻ ഞങ്ങളില്ലേ എന്ന് പറഞ്ഞ നിലപാടെന്താണ്? യോഗിയുടെ ഭരണം ഇഷ്ടപ്പെട്ട ഒരാളെ പ്രസ് സെക്രട്ടറി ആയിട്ട് നിയമിച്ചപ്പോ എവിടേക്കാണ് ബന്ധു നിയമനം? എവിടേക്കാണ് അമ്പലക്കള്ളന്റെ വക്കീല്? ആ അമ്പലക്കള്ളന്റെ വക്കീലിനെ അമ്പലത്തിന്റെ വക്കീലായി നിയമിച്ചവരല്ലേ നിങ്ങള്? മുഖ്യമന്ത്രി ആകുന്നതിന് മുന്നേ പ്രതിപക്ഷ നേതാവ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള മംഗലാപുരം സന്ദർശനത്തിന്റെ ഡീൽ എന്താ? ഇനിയും ഒരുപാട് പറയാനുണ്ട് കേട്ടോ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ 26 ദിവസം കൊണ്ട് PMC ഉൾപ്പെടെ 26 ദിവസം കൊണ്ട് എന്താണ് ഈ ഗവൺമെന്റിന്റെ BJPയോടുള്ള കേന്ദ്രത്തോടുള്ള നയം? നിങ്ങളുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒരു വരിയിൽ നിങ്ങൾ കേന്ദ്രത്തെ വിമർശിക്കാൻ വേണ്ടി തയ്യാറായോ? ഞങ്ങൾ ഇവിടെ ചോദിക്കുന്ന എന്താ? അങ്ങ് ചോദിച്ച ചോദ്യത്തിന് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഞാൻ മറുപടി പറയാം. PMCയിൽ ഒപ്പുവെച്ചോ? ഒപ്പുവെച്ചു. നേരിട്ടുള്ള ഉത്തരവ് ഒപ്പുവെച്ചു. എന്തിനാ ഒപ്പുവെച്ചത്? SSIയുടെ ഫണ്ട് ലഭ്യമാകാൻ തന്നെയാണ്. കേരളത്തിന് അർഹതപ്പെട്ട ഫണ്ട് ലഭ്യമാകാൻ. പിന്നീട് തീർച്ചയായും ഞാൻ പറയുന്നു, വിമർശനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഒപ്പുവെച്ചതിൽ നിന്ന് പിന്തിരിഞ്ഞു. PMC ഈ കേരളത്തിൽ നടപ്പിലാക്കിയില്ല. പിന്നെ അങ്ങ് ചോദിച്ച മറ്റൊരു ചോദ്യം, കോടതിയിൽ പോയിട്ടുണ്ടോ? കോടതിയിൽ പോയിട്ടുണ്ട്. PMCയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, വിദ്യാഭ്യാസ മേഖല ഫണ്ട് മാത്രമല്ല, കേന്ദ്രം കേരളത്തോട് കാണിച്ച കടുത്ത സാമ്പത്തിക അവഗണനയിൽ ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് വിദ്യാഭ്യാസ രംഗത്തുൾപ്പെടെ ലഭ്യമാക്കണമെന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ, ആ കേസ് ഇപ്പോഴും അവിടെ ഉണ്ടെന്നേ അങ്ങേക്ക് പരിശോധിക്കാം, സുപ്രീം കോടതിയിൽ പോയ ഗവൺമെന്റാണ് കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെന്റ്. ഞങ്ങളതിൽ മടി കാണിച്ചിട്ടില്ല. പിന്നെ ഇവിടെ നിങ്ങൾ പറയുന്ന പോലെ മാൻഡേറ്ററി ആയി SSIയിൽ കിട്ടേണ്ട ഫണ്ട് മാത്രമേ ഞങ്ങൾ കിട്ടിയുള്ളൂ. ഞാൻ ഒരു തിരുത്ത് വരുത്തുകയാണ്. തമിഴ്നാടിന്റെ കാര്യത്തിൽ ഒരു ചെറിയ തിരുത്ത്. മാധ്യമങ്ങളൊക്കെ പറയുന്ന വാർത്ത ഞാൻ 1-2 അതുമായി ബന്ധപ്പെട്ട ആളുകളോട് ചർച്ച ചെയ്ത് കൂടി മനസ്സിലാക്കിയതാണ്. തമിഴ്നാട് കൊടുത്ത കേസ് ഇതുവരെ ഒരു നടപടിയായിട്ടില്ല. കേരളത്തിന് SSI ഫണ്ട് കിട്ടിയ പോലെ മാൻഡേറ്ററി ആയി കിട്ടേണ്ട ഒരു തുക മാത്രമേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ. അവർ ഫയൽ ചെയ്ത കേസ് ഇതുവരെയും ഒരു തീർപ്പും ആകാതെ നിൽക്കുകയാണ്. മറ്റൊരു ഭാഗം, ഞങ്ങളും സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്, ഞങ്ങളും കേസ് നടത്തിയിട്ടുണ്ട്, PMCയിൽ നിന്ന് ഞങ്ങൾ പിൻവാങ്ങിയിട്ടുണ്ട്. ഒരു സ്കൂളിനെയും PMC ലിസ്റ്റിലേക്ക് കൊടുത്തില്ല. ഇവിടെ ഒരു നയം, നിങ്ങൾ MOUയെ കുറിച്ച് പറയുന്നു. ഞാൻ ഒറ്റ കാര്യം, MOU എന്താ? 2 വ്യക്തികൾ തമ്മിലോ 2 സ്ഥാപനങ്ങൾ തമ്മിലോ, ഒരു വ്യക്തിയോ സ്ഥാപനം തമ്മിലോ, 2 ഗവൺമെന്റോ തമ്മിലോ ഒരു ഒപ്പ് മാത്രമാണ്, ഒരു കരാർ മാത്രമാണ്. ആ കരാറിൽ നിന്ന് നിയമപരമായ ഒരു തടസ്സവും പിൻവലിയാനില്ല. ഒരു തടസ്സവും ഇല്ലെന്നേ. പിന്നെ ഇവിടെ വേണ്ട എന്താ? രാഷ്ട്രീയമായ ധാർമ്മികതയാണ്. അറബിക്കടലിൽ എറിയാൻ പറഞ്ഞവർ അറബിക്കടലിലൊന്നും എറിയേണ്ടതേ, തിരുവനന്തപുരത്ത് ഏതെങ്കിലും ചെറിയ തോട്ടിലേക്ക് ഒന്ന് വലിച്ചെറിയാനുള്ള ആർജവം ഉണ്ടോ?
കേരളത്തിലെ UDF-ന്റെ ഗവൺമെന്റ് ആ ആർജവത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. സംഘപരിവാറിനെ വെല്ലുവിളിച്ചുകൊണ്ട് പോകാനുള്ള ആർജവം ഉണ്ടോ എന്നുള്ള ചോദ്യം മാത്രമേ ഇവിടെയുള്ളൂ. ആ നയത്തിന്റെ വ്യതിയാനമാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് രാഷ്ട്രീയമായി വോട്ടർമാർക്ക് തെറ്റിദ്ധരിച്ച് വോട്ട് ചെയ്യും. പക്ഷെ അധികാരത്തിലെത്തുമ്പോൾ കേന്ദ്രവുമായി ഒരു സമവായത്തിൽ പോയി കളയാം. ആ ലൈൻ പിടിച്ചാൽ വലിയ അപകടമുണ്ട്. കാരണം അങ്ങനെ ഒരു സമവായം അവരാഗ്രഹിക്കുന്നില്ല. അവർ നിങ്ങളുമായി സഹകരണത്തിനോ സമവായത്തിനോ അല്ല ശ്രമിക്കുക എന്നുള്ളത് കഴിഞ്ഞ 12 വർഷമായിട്ട് മുസ്ലിം ലീഗിന് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇനി എന്താണ് പഠിക്കുക? അല്ല, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എന്താണോ പറഞ്ഞത് അത് അക്ഷരം പ്രതി പ്രാവർത്തികമാക്കുക തന്നെ ചെയ്യും. ഒരു കാര്യത്തിന് മുമ്പ് പറയട്ടെ, നമ്മൾ സ്ഥിരമായി ചില വസ്തുതാപരമായ പിശക് ഒന്നുകിൽ അറിവില്ലാത്തതുകൊണ്ട് വിജിൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ തെറ്റായ ധാരണയുടെ അടിസ്ഥാനത്തിൽ, അതായത് കർണാടകയിൽ ഇവർ പറയുന്നുണ്ട് ഇത് ഇങ്ങനെ PMC നടപ്പിലാക്കി MOU ഒപ്പിട്ട്. എന്നാണ് വിജിനെ കർണാടകയിൽ ഒപ്പിട്ടെന്നറിയോ? അജിംസിനറിയോ? 2022 2022 കർണാടക ഭരിക്കുന്നത് BJP ആണ്. 2023 തുടക്കത്തിലാണ് അവിടുത്തെ സ്കൂളുകൾ ലിസ്റ്റ് ചെയ്യുന്നത്. ആ 2023 മെയ് 20 സിദ്ധാരാമയ്യ മുഖ്യമന്ത്രി അധികാരമേൽക്കുന്നത്. നിങ്ങൾ CPM എന്ത് പറയുമ്പോൾ അജിംസ ശ്രദ്ധിക്കണം. അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ അച്ഛൻ മരിച്ച വാർത്ത കേട്ട് ഓടും ഇവരാരെ വീട്ടിക്ക്. പക്ഷേ കുറെ കഴിഞ്ഞിട്ട് എന്റെ അച്ഛനല്ല വേറെ ആരുടെ അച്ഛനാണ്. അതേപോലെയാണ് ഇവരെ പരിപാടി. അതായത് ഇവര് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പദങ്ങൾ പ്രയോഗിക്കും. കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും നമ്മളും വിചാരിക്കും, സലീം ഖാന്റെ സിനിമ പറയണ്ടല്ലോ, അവിടെ ബിരിയാണി കൊടുക്കുന്നുണ്ട്. പറയട്ടെ, ഇവര് പറഞ്ഞ ഒരു കാര്യം, ആ ബിരിയാണി കൊടുക്കുന്നുണ്ട് നമുക്ക് തോന്നിപ്പോ. അതേപോലെയാണ് ഞാൻ പറയുന്നതിന് ഞാൻ ഉത്തരവാദിയുള്ള ഞാൻ ഒരു മിനിറ്റ് പറയാൻ ശ്രമിക്കും പ്ലീസ്. അതുപോലെ ഇവര് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്ന ഒരു ചർച്ചയുണ്ട്. അത് കേട്ടാൽ വിചാരിക്കും PMC നടപ്പിലാക്കാൻ വേണ്ടി VD സതീശനും മറ്റും തീരുമാനിച്ചു. അങ്ങനെയല്ല, കൃത്യമാണ്. ഇത് പഠിച്ച ശേഷം അന്ന് VD സതീശനും അന്ന് P കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ കാണിച്ചു, 2 തവണ കാണിച്ചു. അത് അക്ഷരം പ്രതി അതേപോലെ RSSന്റെ ഒരു കാവ്യവൽക്കരണവും കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല. അത് നിങ്ങൾക്ക് സംശയം വേണ്ട. നിങ്ങൾ നമ്മളൊക്കെ ഇവിടെ ഉണ്ടാവുമല്ലോ, നിങ്ങൾ പരിശോധിക്ക്. ഈ റിപ്പോർട്ട് മന്ത്രിസഭ ഉപസമിതി വരുമ്പോ ഈ BJP സർക്കാർ RSSന്റെ കാവ്യവൽക്കരണമോ കേന്ദ്ര സർക്കാരിന്റെ സമ്മർദ്ദ തന്ത്രമോ സാമ്പത്തിക ഉപരോധമോ കേരളം UDF സർക്കാർ അനുവദിക്കില്ല എന്ന് ഒരു വരി നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു, നമുക്ക് വിശ്വസിക്കാമായിരുന്നു. അല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നടപ്പിലാക്കി 26 ദിവസം എന്ത് ചെയ്തു എന്ന് വിജിൻ പറഞ്ഞു. അതായത് ഈ സത്യപ്രതിജ്ഞാ ദിവസം ഗവർണർ ലോക്ഭവൻ നിർദ്ദേശപ്രകാരം വന്ദേമാതരം ചെല്ലി എന്നുള്ളതാണ്. നിങ്ങൾ നോക്ക്, 2023 2025 കാപ്പ ചുമത്തിയ ഒരു കോർപ്പറേഷൻ കൗൺസിലർ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്, തൂക്കിയെടുത്ത് ജയിലിലിട്ടതാരാ? UDFന്റെ സർക്കാരാ. രമേശ് ചെന്നിത്തല എന്ന ആൺകുട്ടി ആഭ്യന്തരമന്ത്രിയാ. നിങ്ങളെ മൂക്കിന് താഴെയായിരുന്നു. ഇപ്പൊ നിങ്ങൾ വലിയ വർത്തമാനം വരുന്നുണ്ടല്ലോ. നിങ്ങൾ നോക്കിയോ, പ്രാക്ടിക്കലായി ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ BJPയോട് എങ്ങനെയാണ് നിയമപരമായി, രാഷ്ട്രീയ വിരോധോ രാഷ്ട്രീയ പകപോക്കലല്ല, നിയമപരമായി കുറ്റവാളികൾക്ക് ചൂട്ടുപിടിക്കുന്ന ഒരു ഏർപ്പാട് നിൽക്കില്ല, ഒരു സംഘീസത്തെയും പ്രോത്സാഹിപ്പിക്കില്ല. കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത് BJPയുടെ അല്ലെങ്കിൽ നാഗ്പൂരിന്റെ അവരുടെ സ്വത്തല്ല, അത് ഇന്ത്യയുടെ ഭരണ സംവിധാനമാണ്. അവർ പറയുന്ന RSSന്റെ തിട്ടൂരങ്ങൾ കേൾക്കാൻ തൽക്കാലം ഐക്യജനാധിപത്യ മുന്നണി സർക്കാരിന് സൗകര്യമില്ല. അത് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഗുണകരമായ രീതി നടപ്പിലാക്കുന്ന, കാവ്യവൽക്കരണമില്ലാത്ത, വർഗീയതയില്ലാത്ത, മതേതര മൂല്യം സംരക്ഷിക്കുന്ന നിലപാടുമായി മുന്നോട്ട് പോകാമെന്ന് VD സതീശനും കുഞ്ഞാലി സാഹിബ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതാണ് മീഡിയ വൺ ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. അതിൽ ഒരു അണു പോലും പിറകോട്ട് പോയിട്ടില്ല. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ നിൽക്കല്ലേ? അത് നിങ്ങൾ അറബിക്കടലിൽ എറിയണമെന്നൊക്കെ തലവാചകം കൊടുത്തിട്ട് ഏതെങ്കിലും പ്രസംഗം എടുത്ത് അതിന്റെ തുടക്കത്തിൽ തന്നെ ഷാജി പറയുന്നുണ്ട് RSSന്റെ ഒരു വിദ്യാഭ്യാസ കാവ്യവൽക്കരണവും കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നല്ലേ ഷാജി പറഞ്ഞിട്ടുള്ളത്? അതിനനുവദിക്കോ? നിങ്ങൾ നോക്കിക്കോ, അത് ആ നിലപാട് പുറകോട്ട് പോകില്ല. പിന്നെ RSSന് കാവ്യവൽക്കരണം നടത്താൻ നിങ്ങളുടെ അനുവാദം ആവശ്യമില്ല. അല്ല, നോക്കാം നമ്മൾ. സമവായത്തിലും സഹകരണത്തിലും പോയി കേന്ദ്രവുമായി സഹകരിച്ച് അവരുടെ ഫണ്ട് നടക്കുമെന്ന് 12 വർഷം കഴിഞ്ഞ് വിശ്വസിക്കുന്ന ഷാക്കിർ, അടികൂടാൻ നിൽക്കണില്ല. അതല്ലല്ലോ പരിപാടി, ഫൈറ്റ് നടത്താന്നുള്ളതല്ല. പക്ഷെ ആശയപരമായി അവരുടെ ആശയങ്ങൾ നടപ്പിലാക്കാൻ ഇവിടെ ശ്രമം നടത്തിയാൽ അത് കേരളക്കരയിൽ ഈ ഗവൺമെന്റ് അനുവദിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല. അത് നമുക്ക് പ്രാക്ടിക്കലായി കാണാം. ശരി, എന്തായാലും കാത്തിരുന്ന് കാണാം എന്താണ് ഈ സർക്കാർ PMCയോട് ചെയ്യാൻ പോകുന്നതെന്ന്. നന്ദി ശ്രീ അനിൽ ബോസ്, ശ്രീ വിജിൻ, ശ്രീ ഷാക്കിർ.